മക്കളെ നമസ്കാരം. അടിസ്ഥാന പാഠാവലിയിലേക്ക് കടക്കാം. ഇപ്രാവശ്യം 7ാം ക്ലാസ്സിലത്തെ പോലെയല്ല, നിങ്ങളുടെ പാറ്റേൺ മാറിയിരിക്കുന്നു. മലയാളം ഫസ്റ്റ് മാറിയതുപോലെ മലയാളം സെക്കൻഡിൻ്റെയും പാറ്റേൺ മാറിയിട്ടുണ്ട്. ആദ്യം 1 മാർക്കിൻ്റെ ചോദ്യം, പിന്നെ 2 മാർക്ക്, 4 മാർക്ക്, 6 മാർക്ക്, ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. നമുക്ക് പ്രീവിയസ് ഇയേഴ്സിലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്ത് നോക്കാം. കാരണം റിപ്പീറ്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ധാരാളം വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. അക്കാലം പൂക്കളം തീർത്തതോർക്കുന്നു ഞാൻ, നിശ്ചയം അമ്മയോടൊത്തു തന്നെ. ഏത് കാലമാണ് സൂചിപ്പിക്കുന്നത്? ഉറപ്പായിട്ടും ബാല്യകാലം അല്ലെ? എടോ, ഗജറ്റ് അല്ല, ഗസറ്റ് എന്ന് താൻ കേട്ടിട്ടില്ലേ? ഈ വരികളിൽ തെളിയുന്ന ഭാവം എന്ത്? ഭാവത്തിനെ കളിയാക്കുകയാണ് അല്ലെ? മാർക്കോസിയേട്ടനെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ കളിയാക്കുകയല്ലേ? ഏത് ഭാവം തെളിയുന്നത്? പരിഹാസം. അടുത്തത്, ശരിയായ പദച്ചേരുവ കണ്ടെത്തുക. ശരിയായതല്ല, ശരിയല്ലാത്തതാ കണ്ടെത്തേണ്ടത് ശരിക്കും കേട്ടോ. അവിടെ കൈവശമുള്ള, കൈവശം പ്ലസ് ഉള്ളയാണ് വേണ്ടത്. അവിടെ മുള്ളാണ് എഴുതിയേക്കുന്നത്. അത് തെറ്റാണ് കേട്ടോ. ബാക്കിയെല്ലാം ശരിക്കാണ് എഴുതിയേക്കുന്നത്. ഇത് മാത്രം തെറ്റായിട്ട് എഴുതിയേക്കുന്നത്. അടുത്തത്, വരാൻ പോകുന്ന കാര്യം കണ്ണില്ലാത്തവര്. പിന്നെ എന്തിനിതിനൊക്കെ പോകുന്നു? വരാൻ പോകുന്ന കാര്യം കണ്ണില്ലാത്തവർ എന്നുള്ളത് സൂചിപ്പിക്കുന്ന അർത്ഥം എന്താണെന്ന്? എന്താ സൂചിപ്പിക്കുന്നത്? ശരിക്കും കണ്ണില്ല എന്നാണോ? അല്ല, മുൻകൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്തവർ. ഒരു കാര്യം ചെയ്താൽ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്ന് മുൻകൂട്ടി അറിയാൻ സാധിക്കാത്തവരെന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. വാഴവെട്ടിലെ പ്രയോഗമാണ് കേട്ടോ. അടുത്തത്, അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നും ഇല്ലാതിരുന്ന കാലം. ഈ വരികളുടെ സമാന താളം നിങ്ങൾ തന്നെ ചൊല്ലി നോക്കി കണ്ടെത്തേണ്ടതാണ്. അടുത്തത്, മാതൃക പോലെ എഴുതുക. കൃഷി ഇറക്കാനുള്ള, അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് കൃഷി ഇറക്കാൻ ഉള്ള. അത് ഇത്തിരി മണ്ണില്ലാതെ എത്ര പേർ. അതെങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക? ഇത്തിരി മണ്ണില്ലാത്ത എത്ര പേർ, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. മനസ്സിലായല്ലോ? മുറ്റത്തിന് ഐശ്വര്യം ചേർത്തുമ പൂക്കളോടൊപ്പമെൻ അമ്മയും തുമ്പ പോലെ. അമ്മയും തുമ്പയും ഒന്നുപോലെ എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ത്? 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, തുമ്പപ്പൂവ് എന്തിൻ്റെ പ്രതീകമാണ്? തുമ്പപ്പൂവ് പരിശുദ്ധിയുടെ അല്ലെ, അല്ലെങ്കിൽ പാവം പിടിച്ച ഒരു സ്വഭാവത്തിന്റെ പാവമാണ് തുമ്പപ്പൂവ്. ഇങ്ങനെ എളിഞ്ഞു നിൽക്കുന്ന ഉഗ്രപൂവൊന്നുമല്ല. ഇതിൻ്റെയൊക്കെ പ്രതീകമാണ്. അപ്പൊ പരിശുദ്ധിയുടെയും സാധു സ്വഭാവത്തിന്റെയും പ്രതീകമാണ് തുമ്പപ്പൂവ്. കവയത്രിയെ സംബന്ധിച്ച് അമ്മയും അങ്ങനെയാണ് അല്ലെ? ബാല്യത്തിലെ അമ്മ അത്രയേറെ പരിശുദ്ധയും അത്രയേറെ സാധുവും ആരെയും വേദനിപ്പിക്കാത്തവളുമാണ്. അതുപോലെ തുമ്പ പ്രതീക്ഷയുടെ പ്രതീകമാണ്. ഓണത്തിനാണ് തുമ്പ വരിക. വരുന്ന നല്ല കാലത്തിന്റെ പ്രതീകമാണ്. കവയത്രിയും തൻ്റെ ബാല്യത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ഇനി ഉള്ള ഒരേ ഒരു പ്രതീക്ഷയായിട്ട്, തൻ്റെ എല്ലാ ദുഃഖങ്ങളുടെയും പരിഹാരമായിട്ട് കാണുന്നത് അമ്മയെയാണ്. ആ അർത്ഥത്തിലാണ് ഒരുപോലെ എന്ന് പറഞ്ഞിരിക്കുന്നത്. നടക്കുമ്പോൾ എണ്ണ തുളുമ്പിപ്പോവാതെ സൂക്ഷിക്കണം. ജ്ഞാനിയുടെ ഓർമ്മപ്പെടുത്തലിന്റെ പൊരുൾ എന്താണ്? അറിയാലോ അല്ലേ? നമ്മുടെ ചുറ്റും ഒരുപാട് സുഖസൗകര്യങ്ങൾ ഉണ്ടാകും. അതെല്ലാം കണ്ട് നമ്മൾ ജീവിതയാത്ര നടത്തുമ്പോൾ നമ്മുടെ ഉള്ളിലെ മൂല്യങ്ങൾ നഷ്ടപ്പെടാതെ നോക്കണം. ഉള്ളിലെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടാൽ പിന്നീട് നമുക്ക് സന്തോഷം ഉണ്ടാകില്ല. ഓക്കെ, അടുത്തത്, അയാളുടെ 4 മാർക്കിന്റെ ക്വസ്റ്റ്യനിലേക്ക് കടന്നു കേട്ടോ. അയാളുടെ കാലടികൾ ഇടറുന്നുണ്ടായിരുന്നു, കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു, കണ്ഠമുണങ്ങി. വാഴവെട്ട്, സ്വന്തം വാഴകൾ വെട്ടാൻ തയ്യാറാകുന്ന മാർക്കോസിന്റെ മാനസികാവസ്ഥയാണ് ചോദിച്ചിരിക്കുന്നത്. മാർക്കോസ് ചേട്ടന് വാഴകൾ സ്വന്തം കുട്ടികളെ പോലെയായിരുന്നു. വാഴകൾ വെട്ടുന്നതിനേക്കാൾ നല്ലത് എൻ്റെ മക്കളെ കൊല്ലുന്നതല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അല്ലേ? ചോരയും നീരും ചെലവാക്കിയിട്ട് നല്ലവണ്ണം അധ്വാനിച്ച് അദ്ദേഹം വളർത്തിയെടുത്ത ആ വാഴകളെ, എല്ലാ വാഴകൾക്കും ഒരു അസുഖം പടരുന്നുണ്ട് എന്നൊരു പേര് പറഞ്ഞിട്ട് നാട്ടിലെ എല്ലാ വാഴകളും വെട്ടാൻ ഗവൺമെന്റ് ഓർഡർ ഇടുകയാണ്. അതിൽ അദ്ദേഹത്തിന് സ്വന്തം വാഴകൾ വെട്ടേണ്ടി വരികയാണ് നിർബന്ധപൂർവം. അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് സ്വന്തം മക്കളെ കൊല്ലുന്നതിന് തുല്യമാണ്. അത് മാത്രമല്ല, വാഴകളായിരുന്നു അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗം അല്ലേ? വാഴ ഇല വിറ്റിട്ട്, വാഴയുടെ നാരുകൾ വെച്ചിട്ട്, എപ്പോഴെങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു കൊല വെട്ടി മാർക്കറ്റിൽ ചന്തയിൽ കൊണ്ടുപോയിട്ട് വിറ്റിട്ടൊക്കെയാണ് അവർ ജീവിച്ചിരുന്നത്. അപ്പോൾ അവരുടെ ഉപജീവനം കൂടി ഇല്ലാതാവുകയാണ്. അപ്പോൾ വൈകാരിക ബന്ധവുമുണ്ട് വാഴകളോട്, ഉപജീവന മാർഗം ഇല്ലാതാവുകയാണ്. ഇതെല്ലാം കൂടിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ സംഘർഷം ഉണ്ടല്ലോ വാഴകളെ വെട്ടുന്നത്, അത് കറക്റ്റായിട്ട് സൂചിപ്പിക്കാൻ ആ വരികൾക്ക് കഴിഞ്ഞു ഇല്ലേ? കാലിടറുന്നു, കൈ വിറയ്ക്കുന്നു, തൊണ്ട ഉണങ്ങി, ഹൃദയം ഇടിക്കുന്നു. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രയാസമാണ്. അടുത്തത്, ഇത്തിരി മണ്ണില്ലാതെ എത്ര പേർ, കൂടുപോൽ കൊച്ചു വീടെത്ര പൂ എന്ന്. പിന്നെ ഈ വരികളുടെ ആശയം ഇക്കാലത്ത് എത്രമാത്രം പ്രസക്തമാണ്? വളരെയധികം പ്രസക്തമാണ് അല്ലെ? കേരളത്തിൽ ഭൂമി കുറഞ്ഞു വരികയാണ്. ഫ്ലാറ്റുകളും വീടുകളും പെരുകിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ പൂക്കളെല്ലാം
പണ്ടത്തെ പോലെ സമൃദ്ധമായിട്ടുണ്ടാകുന്നില്ല അല്ലേ. പണ്ട് തൊടിതോറും നമുക്കൊരു ഓണക്കാലമായാൽ പുറത്ത് നിന്ന് പൂ മേടിക്കേണ്ട അവസ്ഥയൊന്നും വരില്ല കാശ് കൊടുത്ത്. കാരണം കുറച്ച് സ്ഥലമുള്ളെങ്കിലും ആ സ്ഥലത്ത് മുഴുവനും പൂക്കൾ വിരിയും. മുക്കുറ്റി, തുമ്പ, ശംഖുപുഷ്പം, തൊട്ടാവാടി, എല്ലാ തരത്തിലുള്ള പൂക്കളും ഉണ്ടായി നിൽക്കും. പക്ഷെ ഇന്നത്തെ സ്ഥിതി അതല്ല. സ്ഥലം തന്നെ കുറഞ്ഞു വന്നു. മണ്ണിനാണെങ്കിൽ ക്വാളിറ്റി നഷ്ടപ്പെട്ടു തുടങ്ങി അല്ലേ. അതുകൊണ്ട് ഈ വരികൾക്ക് ഇന്നത്തെ കേരളത്തിൽ നല്ലതുപോലെ പ്രസക്തിയുണ്ട്. അടുത്തത്, ഏത് പ്രതിസന്ധിയിലും പ്രതീക്ഷയുടെ വെളിച്ചം ഉണർന്നു വരിക തന്നെ ചെയ്യും. ഈ പ്രസ്താവന പിന്നെയും പൂക്കും ഈ ചില്ലകൾ എന്ന ശീർഷകവുമായി എത്രമാത്രം യോജിക്കുന്നു? വിശദമാക്കുക. നിങ്ങൾക്ക് പിന്നെയും പൂക്കും ഈ ചില്ലകൾ ചില സ്കൂളുകളിൽ എടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്കത് പറയാം. അതായത് ജീവിതത്തിൽ എത്ര വിഷമമുള്ള ഘട്ടം വന്നാലും അല്ലേ, നമുക്ക് വീണ്ടും ഒരു നല്ല കാലം വരും എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്തയുണ്ടല്ലോ. എത്രമാത്രം പ്രതിസന്ധികൾ നമ്മൾ നേരിടേണ്ടി വന്നാലും വീണ്ടും 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 മനുഷ്യൻ പ്രതീക്ഷിക്കുക എന്താണ്? ഒരു വെളിച്ചം വരുമെന്ന് അല്ലേ. ഇതിന് നിങ്ങൾക്ക് സുഗതകുമാരിയുടെ ഒരു കവിതയുമായിട്ട് ബന്ധപ്പെടുത്തി എഴുതാം. ഒരു പുതുമഴ കാണുകെ മൃതിയെ മറന്ന് സുഖിച്ചേ പോകും പാവം മാനവ ഹൃദയം അല്ലേ. എന്തെല്ലാം കഷ്ടപ്പാടുകൾ നമുക്ക് ഉണ്ടാവുകയാണെങ്കിലും അതിനെയെല്ലാം നമ്മൾ മറികടക്കും. ഒരു നല്ല കാലം വരിക തന്നെ ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് സത്യത്തിൽ മനുഷ്യ ജീവിതം മുന്നോട്ട് പോകുന്നത് അല്ലേ. അല്ലെങ്കിൽ എന്താ, ഒരു പ്രതിസന്ധി വന്നാൽ നമ്മൾ തളർന്നു പോകും. ഇനി മുഴുവൻ ഇരുട്ടായിരിക്കും എന്ന് നമ്മൾ കരുതും. അങ്ങനെയല്ല. ഒരു രാത്രി വരും, സൂര്യൻ അസ്തമിച്ച് രാത്രി വരിക തന്നെ ചെയ്യും. പക്ഷെ വീണ്ടും സൂര്യൻ ഉദിക്കും അല്ലേ. അപ്പോൾ ഇത് ഈ കയറ്റിറക്കങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഓക്കെ. അതുകൊണ്ടാണ് പിന്നെയും പൂക്കും ഈ ചില്ലകൾ. ഈ ചില്ലകളിലെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയാലും ഇനിയും ചില്ലകൾ പൂക്കാതിരിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ. അടുത്തത്, രോഗം വന്നാൽ എല്ലാം വെട്ടിക്കളഞ്ഞാൽ മതിയോ? അങ്ങനെയാണെങ്കിൽ ഈ ആശുപത്രി ഒന്നും വേണ്ടല്ലോ, എല്ലാവരും കൊന്നാ പോരെ? മാർക്കോസിന്റെ വാക്കുകളോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? സത്യമാണ് അല്ലേ. വാഴകൾക്കെല്ലാം രോഗം പടരുന്നു. അതുകൊണ്ട് ആ രോഗം ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് നോക്കാതെ എല്ലാ വാഴകളെയും അങ്ങ് നശിപ്പിക്കണമെന്നാണ് സർക്കാർ ഓർഡർ ഇടുന്നത്. വാഴകൾ മാർക്കോസിന് എന്തുപോലെയാ? സ്വന്തം മക്കളുടെ പോലെയാണ്. അപ്പോൾ ആ വാഴകളെ വെട്ടിക്കളയണമെന്നുള്ള ഓർഡറിനോടുള്ള ആ പാവപ്പെട്ട കർഷകന്റെ അമർഷമാണ് ആ വാക്കുകളിലുള്ളത്. രോഗം വന്നാൽ വെട്ടി നശിപ്പിക്കുകയാണോ വേണ്ടത്? ചികിത്സിച്ച് നന്നാക്കുകയല്ലേ അല്ലേ. അങ്ങനെയാണെങ്കിൽ പിന്നെ മനുഷ്യർക്ക് എന്തിനാ ആശുപത്രി? രോഗം വരുന്ന മനുഷ്യരെ അങ്ങ് കൊന്നുകളാ എന്നാ പറയുന്നത്. അതായത് മനുഷ്യരെ പോലെ തന്നെയാണ് മാർക്കോസിന് സസ്യങ്ങളും. അങ്ങനെ പ്രകൃതിയുമായുള്ള ആത്മബന്ധമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ആരോടും ചേരുവാനാവാതെ വൈദ്യുത വീജി പോലെ ആപത്തായി മാറും കാലം. കൗമാരക്കാലത്തെ ഇങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ശരിയാണോ? ഔചിത്യം വ്യക്തമാക്കുക. വളരെ സത്യമാണ് അല്ലേ. കാരണം ബാല്യകാലത്ത് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരു പൂ പോലെയാണ് അല്ലേ. വളരെ ഫ്രഷായി വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൂ പോലെ. അതിലൊരു പുഴുക്കുത്തുകളും ഇല്ല. നമുക്ക് എപ്പോഴും സന്തോഷമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ബാല്യകാലം 10 വയസ്സിന് താഴെയുള്ള ഒരു 8 വയസ്സ് 6 വയസ്സ് 5 വയസ്സൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ മറ്റൊരു ചിന്തകളും ഇല്ലാതെ, ആരോടും ഒരു ദേഷ്യവും ഇല്ലാതെ, എന്തെങ്കിലും ചെറിയ പിണക്കങ്ങളും മറ്റും വരികയാണെങ്കിൽ അത് ആ ഒരു നിമിഷത്തേക്ക് മാത്രം, ദീർഘകാലത്തേക്ക് ഒരു പിണക്കവും മനസ്സിലെടുത്ത് വെക്കാതെ സന്തോഷിച്ച് നടക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്ന് നിങ്ങൾ കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഘടന ആകെ മാറിപ്പോവുകയാണ് അല്ലേ. അനാവശ്യമായ വിഷാദ ചിന്തകൾ മനസ്സിലേക്ക് വന്നു ചേരും. അത് മനസ്സിൻ്റെ കുഴപ്പമല്ല, നമ്മുടെ ശരീരത്തിൽ തന്നെ വരുന്ന ശരീരത്തിൻ്റെ മാറ്റങ്ങളും അതിനോടൊപ്പം ഉണ്ടാകുന്ന ഹോർമോണൽ വ്യത്യാസങ്ങളുടെയും ഫലമാണത്. എങ്കിലും നമ്മൾ മാറും. നമ്മൾ ആ ബാല്യകാലത്തിൽ നിന്ന് വളരെയധികം മാറും. കൗമാരകാലത്ത് എത്തുമ്പോൾ മനസ്സിൻ്റെ ഘടന മാറിപ്പോകും. ഒറ്റപ്പെടുന്നത് പോലെ തോന്നും. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നും. അനാവശ്യമായ വിഷാദ ചിന്തകളും അനാവശ്യമായ ദേഷ്യവും നമുക്ക് മനസ്സിലുണ്ടാകും. അതുകൊണ്ടാണ് ആരോടും ചേരാനാവാതെ വൈദ്യുത വീജി പോലെ ആപത്തായി മാറുന്ന കാലം എന്ന് പറയുന്നത്. ഒരു വൈദ്യുത വീജി എന്ന് വെച്ചാൽ അറിയാലോ അല്ലേ, ഇലക്ട്രിക് സർക്യൂട്ട്. തൊട്ട ഷോക്ക് അടിക്കും. അതുപോലെ ചില സമയത്ത് കൗമാരക്കാരോട് സൂക്ഷിച്ച് ഇടപെടണം നമ്മൾ. എപ്പോഴാണ് അവരിൽ നിന്ന് വല്ലാത്ത പ്രതികരണം നമുക്ക് കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കൗമാരകാലത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്
വളരെ ഉചിതമായ രീതിയാണ്. ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കുള്ള മാറ്റം അങ്ങനെ തന്നെയാണ്. വല്ലാത്ത വിഷാദവും വല്ലാത്ത ദേഷ്യവും വല്ലാത്ത സംഘർഷങ്ങളുമെല്ലാം ഒരു കൗമാരക്കാരൻ്റെ അല്ലെങ്കിൽ കൗമാരക്കാരിയുടെ മനസ്സിൽ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. അങ്ങനെയല്ലാത്ത ഒരു കൗമാരം വന്നിട്ടുണ്ടായിരിക്കില്ല. അടുത്തത്, ഈ ലോകത്തിലെ സുഖങ്ങളും ദുഃഖങ്ങളും ആവോളം ആസ്വദിച്ചോളൂ. അപ്പോഴും കൈവശമുള്ള കരണ്ടിയും അതിലെ 2 തുള്ളി എണ്ണയും മനസ്സിലുണ്ടാകണം. അതുതന്നെയാണ് സന്തോഷത്തിന്റെ രഹസ്യം. എണ്ണ നിറച്ച കരണ്ടി. ജ്ഞാനിയുടെ വാക്കുകൾ എത്രത്തോളം പ്രസക്തമാണ് നിങ്ങളുടെ നിരീക്ഷണം എഴുതുക. വളരെയധികം പ്രസക്തമാണ്. എന്നിട്ട് നമ്മൾ എഴുതേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ജ്ഞാനി എന്താ പറഞ്ഞത് മക്കളെ? ജ്ഞാനി പറഞ്ഞത് ഇത് മനോഹരമായ കൊട്ടാരമാണ്. ഈ കൊട്ടാരം മുഴുവനും ചുറ്റി നടന്ന് കൊട്ടാരത്തിലെ എല്ലാ മനോഹരമായ കാഴ്ചകളും നിങ്ങൾ ആസ്വദിച്ച് കണ്ടുകൊള്ളൂ. പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള കരണ്ടിയുണ്ട്, ആ കരണ്ടിയിലെ 2 തുള്ളി എണ്ണയുണ്ട്. അതിലുള്ള ശ്രദ്ധ വിട്ടു പോകരുത്. ആ എണ്ണ നിലത്ത് തൂവി പോകരുത് എന്ന്. ഇതിന്റെ അർത്ഥം എന്താണ്? ഈ ലോകം നമുക്ക് വളരെയധികം സുഖ സൗകര്യങ്ങൾ വെച്ച് നീട്ടുന്നുണ്ട്, അല്ലെ? ഒന്നും ആസ്വദിക്കാതെ ഈ ലോകത്തിൽ നിന്ന് മുഖം തിരിച്ച് ഒരു സന്യാസ ജീവിതം നയിക്കണം എന്നല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ലോകം ആസ്വദിച്ചോളൂ, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള സന്തോഷങ്ങൾ നിങ്ങൾ ആസ്വദിച്ചോളൂ. പക്ഷേ നിങ്ങളുടെ മനസ്സിലുള്ള മൂല്യങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ശ്രദ്ധ, അതെപ്പോഴും അവിടെ ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ആ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ, ആ ഒരു ശ്രദ്ധ, സ്വന്തം ആത്മാവിലേക്കുള്ള ആ ഒരു ശ്രദ്ധ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ കാഴ്ചകൾ കാണാം, സുഖസൗകര്യങ്ങളുടെ പിന്നാലെ പോകാം, പക്ഷെ സന്തോഷം കിട്ടില്ല. സന്തോഷം കിട്ടാനാണല്ലോ നിങ്ങൾ സുഖസൗകര്യങ്ങളുടെ പിന്നാലെ പോകുന്നത്. അപ്പം സന്തോഷം കിട്ടണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധ ഉള്ളിലേക്ക് കൂടി തിരിക്കണം, മൂല്യങ്ങളിലേക്ക് കൂടി തിരിക്കണം എന്നാണ് പറയുന്നത്. ഇന്നത്തെ കാലത്ത് അത് വളരെ പ്രസക്തമാണ്. കാരണം തേടിപ്പോകാവുന്ന സുഖങ്ങൾക്കൊരു അന്തവുമില്ല ഇന്ന്, അല്ലേ? സയൻസ് ടെക്നോളജി നമുക്ക് തന്നിട്ടുള്ള സുഖ സൗകര്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാവുന്നതിൻ്റെ അപ്പുറത്താണ്. വിരലൊന്നമർത്തിയാൽ എന്ത് സുഖവും കിട്ടാവുന്ന രീതിയിലുള്ള ഭൗതിക സുഖങ്ങളുടെ ഒരു കലവറയാണ് നമ്മുടെ ഇന്നത്തെ ജീവിതം. പണ്ടത്തെ പോലെയല്ല. പണ്ട് കാശുണ്ടെങ്കിലും ആസ്വദിക്കാവുന്ന സുഖങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട്. ഇന്നൊരു പരിധിയില്ലാത്ത സുഖങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ എന്താഘോഷിക്കുമ്പോഴും ഈ മൂല്യം മനസ്സിലുണ്ടാകണം. ഓക്കെ, അടുത്തത്, പുസ്തകസഞ്ചിയിൽ കൊച്ചു നെല്ലിക്കയും പച്ചപ്പുളിയും ഒളിച്ച കാലം. ബാല്യകാലം, അല്ലെ? നിങ്ങളുടെ ബാല്യം അങ്ങനെയൊന്നും ആവില്ലല്ലോ, അല്ലെ? എൻ്റെയൊക്കെ ബാല്യം അങ്ങനെയായിരുന്നു. കവിയുടെ ബാല്യകാല ഓർമ്മകളാണ് ഈ വരികളിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ നിങ്ങളുടെ ഓർമ്മ പങ്കുവെച്ച് സുഹൃത്തിന് കത്തെഴുതാൻ, ഭഗവാനെ, അങ്ങനെ ഒരു ബാല്യമില്ലാത്ത നിങ്ങൾ എന്ത് കത്താണ് എഴുതുക? എന്തായാലും കത്തിന്റെ ഫോർമാറ്റ് പറഞ്ഞുതരാം. സ്ഥലം, തീയതി ഇവിടെ എഴുതണം, വലത് കൈയുടെ മുകളിലായിട്ട്. ഇടതുവശത്തായിട്ട് പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക്. ഇനിയിപ്പോൾ പേര് വേണമെങ്കിൽ പേര് എഴുതിക്കോളൂ, അല്ലെങ്കിൽ കൂട്ടുകാരൻ എന്താന്ന് വെച്ചാൽ അത് എഴുതുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് എന്ന് എഴുതിയതിന് ശേഷം ഇവിടെ നിന്ന് വേണം നമ്മൾ തുടങ്ങാനായിട്ട്. ഓക്കെ, അത് ലൈവിൽ ഞാൻ വിശദമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ നിങ്ങൾക്ക്, അല്ലേ? ഇവിടെ സ്ഥലം, തീയതി, ഇവിടെ പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക്. ഇനി ഇവിടെ നിന്ന് തുടങ്ങി അടുത്തത് എഴുതി തുടങ്ങുക. ഒരു പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടെ നിന്നാണ്, അല്ലേ? എന്തെന്ന് പറഞ്ഞിട്ട് തുടങ്ങുക? ആദ്യം സുഖവിവരമൊക്കെ ഒന്ന് ചോദിക്കുക, അല്ലേ? പുതിയ സ്കൂൾ തുറന്നു, എങ്ങനെയുണ്ട്? പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടിയോ? നമ്മുടെ പഴയ സ്കൂളിൽ നീ ഓർക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് സ്ഥലം മാറിപ്പോയൊരു സുഹൃത്തിനെ എഴുതുന്ന പോലെ എഴുതിയിട്ട് ബാല്യകാലത്തെ ഒരു ഓർമ്മ എങ്ങടെ എഴുതുക. ഒരോർമ്മയും ഇല്ലെങ്കിൽ ഉണ്ടാക്കി എഴുതുക. അങ്ങനെ ഒരു 3 പാരഗ്രാഫ് എഴുതിയിട്ട് അവസാനം അവിടെ സുഖം തന്നെയല്ലേ, അവിടുത്തെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം എന്ന് സ്നേഹപൂർവ്വം പേര് ഒപ്പ് എഴുതും. ഓക്കെ, അടുത്തത്, ജീവിതത്തെ സുഖവും സന്തോഷവും അനുഭവിക്കുന്നതിനോടൊപ്പം കടമകളും ഉത്തരവാദിത്തങ്ങളും നിറവേറ്റണമെന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന പാഠഭാഗമാണ് എണ്ണ നിറച്ച കരണ്ടി. പാഠഭാഗത്തെ മറ്റാശയങ്ങൾ ഉൾപ്പെടുത്തി ജീവിത മൂല്യങ്ങൾ കാലത്ത് സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ന വിഷയത്തിൽ പ്രസംഗം തയ്യാറാക്കുക. പ്രസംഗവും പ്രഭാഷണവും ഒന്നാണ്. പ്രിയപ്പെട്ടവരെ എന്ന് വിളിച്ചിട്ട് തുടങ്ങുക. എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളോട്, അല്ലേ, ജീവിത മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ട അതിൻ്റെ ആവശ്യകതയെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് വേണം നമ്മൾ എല്ലാ പ്രഭാഷണങ്ങളും തുടങ്ങി. എങ്ങനെയായിരിക്കണം? പ്രിയപ്പെട്ടവരെ എന്ന് വിളിക്കുക. നമുക്കൊരു സബ്ജക്റ്റ് തന്നിട്ടുണ്ടാവും, ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്നത് ഇന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞിട്ട് വേണം പ്രസംഗം തുടങ്ങാനായിട്ട്, കേട്ടോ? എന്നിട്ട് ഇനി ഫസ്റ്റ് പാരഗ്രാഫ് നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ നിറച്ച കരണ്ടീനെ ഉപജീവിച്ച് എഴുതാനാണല്ലോ പറഞ്ഞിട്ടുള്ളത്, അല്ലെ? ആ ആശയങ്ങളെ. അപ്പം ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട്, പ്രസംഗമാണല്ലോ, അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു കഥകളൊക്കെ ആവാം. എണ്ണ നിറച്ച കരണ്ടിയുടെ കഥ ഒരു പാരഗ്രാഫിൽ തൽക്കാലം പറഞ്ഞു കൊടുക്കുക മുമ്പിലിരിക്കുന്നവർക്ക്.
ഓക്കെ. എന്നിട്ട് അതിൻ്റെ അർത്ഥം, ഇത് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ആ ഉത്തരം ഉണ്ടല്ലോ, ചോദ്യോത്തരം, അത് അവരോട് സംസാരിക്കുന്ന രീതിയിൽ എഴുതുക. മനസ്സിലായോ? അപ്പം എപ്പോഴും എഴുതുമ്പോൾ മുമ്പിലിരിക്കുന്ന ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അങ്ങനെയാണല്ലോ, മനസ്സിലായല്ലോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കണം. അത് എഴുതിയിട്ട് നമ്മുടെ ഇന്നത്തെ അവസ്ഥയും എഴുതുക. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നു അല്ലേ, നമ്മുടെ ഇന്ന് എത്ര സുഖസൗകര്യം വേണമെങ്കിലും നമുക്കുണ്ട്. പൈസ ഉണ്ടായാൽ എന്തും ആസ്വദിക്കാവുന്ന ലോകമാണ് നമ്മുടേത്. പക്ഷേ നമ്മൾ ജാഗരൂകരായിട്ടിരിക്കണം. ഏത് സുഖങ്ങളുടെ പിന്നാലെ പോകുമ്പോഴും നമ്മൾ എന്തോർക്കണം? നമ്മുടെ മനസ്സിലുള്ള മൂല്യങ്ങളെക്കുറിച്ച് ഓർക്കണം, ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഓർക്കണം. എന്നാലേ നമ്മൾ സുഖസൗകര്യം ആഘോഷിക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം നമുക്ക് കിട്ടുള്ളൂ എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നൊക്കെ ചോദിക്കുക പ്രഭാഷകരോട്. എന്നിട്ട് അവസാനം ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു എന്ന് പറയാം കേട്ടോ. അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയിൽ വേണം. അങ്ങനെയാണല്ലോ, അത് നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നില്ലേ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുക. അടുത്തത്, തൻ്റെ ജീവിതത്തിൻ്റെ രക്തധമനികളായ ആ ചെടികളുടെ ഓരോ ചുവട്ടിലും ഹൃദയഭാരത്തോടുകൂടി അയാൾ നോക്കി നിന്നു. വാഴക്കൈകൾ മന്ദമായി വീശി അയാളെ ആശ്വസിപ്പിച്ചു. ഇതാണ് എൻ്റെ അന്നന്നേ. തന്നിരിക്കുന്ന സൂചനകളും പാഠഭാഗത്തുള്ള മറ്റു സന്ദർഭങ്ങളും പരിഗണിച്ച് മാർക്കോസിയേട്ടനെ കുറിച്ച് അല്ലേ, അല്ലെങ്കിൽ കൃഷിയെ സ്നേഹിച്ച കർഷകൻ എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക. ഉപന്യാസം എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്നറിയാതെ എങ്ങനെ എഴുതണമെന്ന് അറിയാം അല്ലേ. ഹെഡിങ് എന്തായാലും കൊടുക്കണം. ഹെഡിങ് കൊടുത്തതിന് ശേഷം അതിന് താഴെ ഒരു ആമുഖം എഴുതുക, ഒരു ഇൻട്രൊഡക്ഷൻ അല്ലേ. എന്താണ് ഇൻട്രൊഡക്ഷൻ? ആദ്യം കൃഷിയെക്കുറിച്ച് എഴുതുക. കൃഷിയില്ലാതെ നമുക്ക് മനുഷ്യർക്ക് നിലനിൽപ്പില്ല അല്ലേ. നമ്മൾ ടെക്നോളജി, IT ഫീൽഡൊക്കെ എത്ര പുരോഗമിച്ചാലും, വലിയ വലിയ എത്ര ജ്വല്ലറികൾ ഉണ്ടായാലും, എത്ര ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ടായാലും, കൃഷി ഇല്ല എങ്കിൽ നമ്മൾ എങ്ങനെ ഭക്ഷണം കഴിക്കും മക്കളെ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? കൃഷിയാണ് അല്ലേ. കൃഷി മറന്നിട്ടുള്ള ഒരു ജീവിതം നമ്മളുടെ നന്മയ്ക്കാവില്ല. പ്രത്യേകിച്ച് നമ്മൾ കേരളീയർ കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആദ്യം എഴുതണം. അതിനുശേഷം നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. മാർക്കോസിന് എന്താണ് സംഭവിച്ചത്, മാർക്കോസ് എങ്ങനെയാണ് കൃഷിയെ സ്നേഹിച്ചത് എന്നും വാഴ വെട്ടിയത് എങ്ങനെയാണെന്നും ആ വാഴ വെട്ടുന്നുള്ള പാഠം ഏതാണ്ട് ഒന്ന് ചുരുക്കി എഴുതുക ആൾക്കുണ്ടായിട്ടുള്ളതൊക്കെ. അപ്പം തന്നെ നിങ്ങളുടെ ഒരു പുറം ഏതാണ്ട് കവിയാറാവും. അടുത്തതായിട്ട് മൂന്നാമത്തെ പാരഗ്രാഫിൽ എന്തെഴുതണം? മാർക്കോസ് കൃഷിയെ സ്നേഹിച്ചതുപോലെ അല്ലേ. ഇന്നിപ്പോൾ കർഷകശ്രീ അവാർഡൊക്കെ കിട്ടുന്ന കുറേ കർഷകരൊക്കെ ഉണ്ട്. ഇന്നും നമ്മുടെ നടൻ ശ്രീനിവാസനൊക്കെ കൃഷിയെ സ്നേഹിച്ച ആളായിരുന്നു അല്ലേ. നമ്മുടെ വലിയ വലിയ ആളുകളൊക്കെ ഇന്ന് IT ഫീൽഡൊക്കെ വിട്ട് കൃഷിയിലേക്ക് വരുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ എത്ര ഉയർന്നു പോയാലും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷിയെ പുകഴ്ത്തി, വാനോളം പുകഴ്ത്തി അടുത്ത പാരഗ്രാഫ് എഴുതാം. ഓക്കെ. അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ മക്കളെ. അക്കാലം പൂക്കളം തീർത്തതോർക്കുന്നു ഞാൻ, നിശ്ചയം അമ്മയോടൊത്തു തന്നെ. മക്കളെ, നമ്മുടെ ഈ സ്ലൈഡിൽ വന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻസ് നമുക്ക് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള അതേ ക്വസ്റ്റ്യൻസ്, അതുകൊണ്ട് നമുക്കത് സ്കിപ്പ് ചെയ്യാം. അടുത്തത്, നിങ്ങളിങ്ങനെ കണ്ണിച്ചോരയില്ലാതെ പറയുന്നല്ലോ. കണ്ണിച്ചോരയില്ലാത്ത എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്ത്? എന്താണ് കണ്ണിച്ചോരയില്ല എന്ന് വെച്ചാൽ അർത്ഥം? വളരെ സ്നേഹത്തോടേതാണോ അർത്ഥം? അല്ല അല്ലേ. ദയയില്ലാതെ പെരുമാറുക. കണ്ണിച്ചോരയില്ല എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഒരു കൈൻഡ്നെസ്സും ഇല്ലാണ്ട്, ഒരു ദയയും ഇല്ലാതെ പെരുമാറുക എന്നർത്ഥം. പിന്നെ അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നും ഇല്ലാതിരുന്ന കാലം, ഇവിടെ സൂചിപ്പിക്കുന്ന കാലം ഏതാണ്? ബാല്യകാലമാണ്. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അടുത്തത്, എത്ര മൃദുലവും മനോഹരവുമാണ് ഓരോ തുകൽത്താളുകളും. തുകൽത്താളുകൾ എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹാർത്ഥം എന്താ? തുകല് കൊണ്ടുള്ള താളുകൾ കേട്ടോ. തുകൽത്താളുകൾ, താളെന്ന് വെച്ചാൽ എന്താർത്ഥം മക്കളെ? പേജ്. അപ്പൊ കടലാസ് താളുകൾ എന്ന് വെച്ചാൽ എന്താർത്ഥം? കടലാസ് കൊണ്ടുള്ള പേജ്. തുകൽത്താളുകൾ എന്ന് വെച്ചാൽ തുകൽ കൊണ്ടുണ്ടാക്കിയ പേജുകൾ. ഓക്കെ. അത്യധികം എന്ന പദം പിരിച്ചെഴുതിയാൽ അതി പ്ലസ് അധികമാണ്. മൂന്നാമത്തെയാണ് അതിൻ്റെ ഉത്തരം കേട്ടോ. അതി പ്ലസ് അധികം. ഓക്കെ. അടുത്തത്, ഓണപ്പുലർച്ചയിൽ കൂരിരുൾ നീക്കിയൻ വീടിനകത്തമ്മ വന്നുദിക്കും. ഈ വരികളിൽ പ്രകടമാകുന്ന ഭാവം എന്ത്? എന്താ? പ്രതീക്ഷ അല്ലേ. എൻ്റെ അമ്മ വരും എന്നുള്ള പ്രതീക്ഷ. അടുത്തത് 4 ചോദ്യത്തിന് ശരി.
2 3 വാക്യങ്ങളിൽ ഉത്തരം എഴുതുക. 4 മാർക്ക്. മുറ്റത്തിന് ഐശ്വര്യം ചാർത്തുമാ പൂക്കളോടൊപ്പം എന്നമ്മയും തുമ്പ പോലെ. അമ്മയെ തുമ്പപ്പൂവിനോട് സാദൃശ്യപ്പെടുത്താനുള്ള 2 കാരണങ്ങൾ അത് മിസ് മുമ്പ് വന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞു തന്നു കഴിഞ്ഞു ഇല്ലേ? ഓർക്കുന്നുണ്ട്. അടുത്തത്, വാഴക്കൂട്ടത്തിന് നേരെ കൈയൊടിച്ചുകൊണ്ട് വൃദ്ധൻ തുടർന്നു, ഇതാണ് എൻ്റെ അന്നന്നേപ്പം. അന്നന്നേപ്പം എന്തുകൊണ്ട് മാർക്കോസിയേട്ടൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? അന്നന്നേപ്പം എന്ന് വെച്ചാൽ അന്നന്നത്തെ അപ്പം എന്നർത്ഥം. എന്ന് വെച്ചാൽ എന്താ? വാഴ എടുത്തിട്ട് അപ്പം ഉണ്ടാക്കി തിന്നുന്ന അർത്ഥം അല്ല, ഉപജീവന മാർഗം അല്ലെ. എൻ്റെ അന്നന്നത്തെ അപ്പത്തിനുള്ള വക കിട്ടുന്നത് എന്ന് വെച്ചാൽ എനിക്ക് അന്നന്ന് ജീവിച്ചു പോവാനുള്ള പൈസ കിട്ടുന്നത്, ഭക്ഷണം വാങ്ങിക്കാനുള്ള പൈസ കിട്ടുന്നത് ഈ വാഴകളിൽ നിന്നാണ്. എങ്ങനെയാ വാഴകളിൽ നിന്ന് പൈസ കിട്ടുന്നത്? ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കൊല കൊണ്ടുപോയി ചന്തയിൽ വിൽക്കും, വാഴ നാര് വിൽക്കും, വാഴ ഇല വിൽക്കും. അങ്ങനെയൊക്കെ കിട്ടുന്ന പൈസ കൊണ്ടാണ് അവർ അന്നന്നത്തെ ജീവിതം കഴിഞ്ഞു പോകുന്നത്. അതാണ് അന്നന്നപ്പം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ. അടുത്തത്, ഫ്ലാറ്റിലെ ബാൽക്കണി തുഞ്ചത്ത് കർക്കടക്കാറ്റും മഴയും കൊടിചുരുക്കി. കർക്കടക്കാറ്റും മഴയും കൊടിചുരുക്കി എന്നതുകൊണ്ട് എന്താണ് സൂചിപ്പിക്കുന്നത്? മക്കളെ, കർക്കടക മഴ, കർക്കടക കാറ്റ് എന്ന് വെച്ചാൽ അതൊരു വളരെ വന്യമായിട്ടുള്ള സംഭവമാണ്. നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത അത്ര ഊർജ താണ്ഡവമാണ് കാറ്റും മഴയും. ഇവിടെ ഫ്ലാറ്റിലെ ബാൽക്കണി തുഞ്ചത്ത് അവ കൊട ചുരുക്കി എന്ന് വെച്ചാൽ അർത്ഥം കവയത്രിക്ക് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കർക്കടക കാറ്റും മഴയും ആസ്വദിക്കാൻ കഴിയുന്നത് ആ ബാൽക്കണിയുടെ പരിമിതമായ സ്ഥലത്ത് നിന്ന് മാത്രമാണ് എന്നാണ് അർത്ഥം കേട്ടോ. അതായത് കർക്കടക കാറ്റിനും മഴയ്ക്കും ഒരു കുഴപ്പവും വന്നിട്ടില്ല. അത് പണ്ടത്തെ പോലെ തന്നെ വല്ലാത്ത ഊർജത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കവയത്രിക്ക് അത് ആസ്വദിക്കാൻ കഴിയുന്നത് ബാൽക്കണിയുടെ ഇത്തിരി വട്ടത്തിൽ നിന്ന് മാത്രം. അതുകൊണ്ടാണ് അവിടെ നിന്നുള്ള കർക്കടക മഴയെ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ, ഈ ഇത്തിരി സ്ഥലത്ത് നിന്നുള്ള കാറ്റേ എനിക്ക് ഏൽക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ കവയത്രിയുടെ അനുഭവ തലം ചുരുങ്ങിപ്പോയി എന്നർത്ഥം. അടുത്തത്, രോഗം വന്നാൽ എല്ലാം വെട്ടിക്കളഞ്ഞാൽ മതിയോ? ഇങ്ങനെ പറയാനിടയായ സാഹചര്യം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അർത്ഥ വ്യത്യാസം വരാതെ ഒറ്റവാക്യമാക്കുക. ജ്ഞാനിയുടെ മുന്നിൽ അവൻ പിന്നെയും ചെന്നു നിന്നു, കണ്ട കാഴ്ചകളെല്ലാം വിശദമായി തന്നെ അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു. ജ്ഞാനിയുടെ മുമ്പിൽ അവൻ പിന്നെയും ചെന്ന് നിന്ന് കണ്ട കാഴ്ചകളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. നിന്നു എന്നുള്ളതിന് നിന്ന് എന്നാക്കി ആ കുത്തൊന്ന് മാറ്റി കഴിഞ്ഞാൽ ഒറ്റവാക്യമായി. അടുത്തത്, എൻ്റെ മോളെ നല്ലൊരു നോമ്പായിരുന്നു, കഞ്ഞിവെള്ളത്തിന് പകരം സൂപ്പാണല്ലോ കുടിക്കുന്നത്. മാർക്കോസിയേട്ടൻ്റെ ഈ വാക്കുകൾ ഫലിതമാണോ, തമാശ മാത്രമാണോ? അല്ല അല്ലെ. എന്താണ്? കർഷകരുടെ അന്നത്തെ അവസ്ഥ കാണിക്കുകയാണ്. എല്ലുമുറിയെ പണിയെടുക്കുന്ന കർഷകർക്ക് ഗവൺമെന്റ് അന്ന് കൊടുത്തിരുന്നത് റേഷനാണ്, റേഷൻ അരിയാണ്. ഇന്ന് നല്ല ക്വാളിറ്റി റേഷൻ അരിയൊക്കെ കിട്ടും അല്ലെ. പക്ഷെ അന്ന് അവർക്ക് കിട്ടിയിരുന്ന റേഷൻ അരിയിൽ മുഴുവനും പുഴുക്കളായിരുന്നു. പുഴു പെറുക്കിക്കളഞ്ഞ് റാഹേൽ തോറ്റു. എത്ര പുഴു പെറുക്കിക്കളഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അരി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഞ്ഞിയാക്കിയാലും അതിൽ ചത്തു പൊന്തി കിടക്കും പുഴുക്കള്. അപ്പോ നോമ്പായിട്ട് മാർക്കോസിയേട്ടൻ കുടിച്ച കഞ്ഞിവെള്ളം പുഴുതിളച്ച സൂപ്പായി മാറി. അപ്പോൾ നല്ലൊരു നോമ്പായിട്ട് സൂപ്പ് കുടിക്കേണ്ടി വന്നല്ലോ എന്ന് തമാശ മട്ടിലാണ് പറയുന്നതെങ്കിലും തമാശയല്ല. ഒരു കഞ്ഞിവെള്ളം പോലും നല്ലത് കുടിക്കാൻ കിട്ടാഞ്ഞിട്ടും കഠിനമായി അധ്വാനിക്കേണ്ടി വരുന്ന കർഷകരുടെ ഹൃദയം വിഷമിപ്പിക്കുന്ന ഒരവസ്ഥയാണത്. ഓക്കെ, ആരോടും ചേരുവാനാകാതെ വൈദ്യുത വീജി പോലെ പറഞ്ഞു കഴിഞ്ഞു. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഇഷ്ടം പോലെ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത്, എന്റെ പിതാവിനും രോഗമുണ്ട്, അദ്ദേഹത്തെ കൂടി വെട്ടിമൂടുക. ഒരു സിംഹിയെ പോലെ തന്റെ ഇടത്തോടെ റാഹേൽ പറഞ്ഞു. അവളുടെ കയ്യിൽ ഒരു കരിക്കുമുണ്ട്, പോ പെണ്ണെ മരം കയറി. റാഹേലിനോടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ മറുപടിയിൽ തെളിയുന്ന മനോഭാവത്തെ വിലയിരുത്തുക. ഒട്ടും നല്ല മനോഭാവമല്ല അത് അല്ലേ. അതായത് സ്വന്തം മക്കളെ പോലെ പരിപാലിച്ച വാഴകളെ, അവരുടെ അന്നന്നത്തെ അപ്പമായിരുന്ന വാഴകളെ, ഉപജീവനമായിരുന്ന വാഴകളെ, അവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ട് വളർന്നു വന്ന വാഴകളെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് മനപ്രയാസത്തോട് കൂടിയിട്ടാണ് വെട്ടി വീഴ്ത്തിയിട്ടുള്ളത് അല്ലെ. ആ വെട്ടി വീഴ്ത്തലിലാണ് പിതാവിന് രോഗം വന്നിട്ടുള്ളത്. ഇത് കണ്ട് സഹിക്കാൻ പറ്റാതെയാണ് റാഹേൽ പറയുന്നത്, എൻ്റെ പിതാവിനും രോഗമുണ്ട്, അദ്ദേഹത്തെ കൂടി വെട്ടി വീഴ്ത്തു എന്ന് പറയുന്നത് ഒരു തരം ആത്മഹത്യയുടെ
വക്കിലെത്തിയിട്ടുള്ള ഒരു ശബ്ദമാണ് അവിടെ റാഹേലിനുള്ളത് അല്ലെ. എൻ്റെ അച്ഛനെ കൂടി നിങ്ങൾ കൊന്നേക്കും എന്ന് പറയുമ്പോൾ ദുഃഖം കൊണ്ട് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് സത്യത്തിലെ രാഹേൽ. പക്ഷെ ആ സ്ത്രീയോട്, ആ പെൺകുട്ടിയോട് സർക്കാർ ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് പെരുമാറുന്നത്? പോ പെണ്ണെ മരം കയറി എന്ന് പറഞ്ഞിട്ട് ഒരു കളിവാക്ക് പറയുന്ന പോലെ, പരിഹസിക്കുന്ന പോലെയാണ് പറയുന്നത്. അപ്പൊ അത് അവരുടെ ആ മനോഭാവം ഉണ്ടല്ലോ, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മനോഭാവം, കർഷകന്റെ വേദന, കർഷകന്റെ ദാരിദ്ര്യം, അവർക്ക് പ്രകൃതിയോടുള്ള സ്നേഹം എന്താണെന്ന് തൊട്ടറിയാത്ത ഒരു തരം മൂരാച്ചികൾ എന്ന് പറയും ഇന്നത്തെ പത്രഭാഷയിൽ അല്ലെ. മൂരാച്ചി സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഷയാണ്, ആ മനോഭാവമാണ് വ്യക്തമാക്കുന്നത്. അതൊട്ടും നല്ലതല്ല. അടുത്തത്, നീ നട്ടു ചെന്തളിർ മുറ്റി നിൽക്കും തൂമുല്ല ഇണ്ടിളം മുട്ടിടുന്നു, ആഴത്തിൽ ഇത്രയും താണിറങ്ങിപ്പോയ വേരിതെങ്ങനെ നീ പറിക്കും. അതായത് മക്കളെ, നിങ്ങൾക്ക് പഠിക്കാത്ത ഭാഗത്തു നിന്നുള്ള 4 വരി കവിത. എന്തിനു പൂക്കളം എന്തിനും മീതയായി അമ്മുഖം സ്നേഹമായി ഉജ്ജ്വലിക്കുക, അത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആഴത്തിൽ വേരോടിയ ആത്മബന്ധങ്ങളാണോ 2 രചനാഭാഗങ്ങളിലും അവതരിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾക്ക് ആദ്യത്തെ വരികൾ വായിച്ചിട്ട് ഒന്നും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ മിണ്ടണ്ട, നിങ്ങൾ ആ ഭാഗം മൈൻഡ് ചെയ്യണ്ട. രണ്ടാമത്തെ വരികൾ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഭാഗമാണ് അല്ലെ. എന്തിനു പൂക്കളം എന്തിനും മീതയായി അമ്മുഖം സ്നേഹമായി ഉജ്ജ്വലിക്കേ, അമ്മയുടെ മുഖം ഹൃദയത്തിലുള്ളപ്പോൾ മറ്റെന്ത് പൂക്കളം അല്ലെ എന്ന് പറയുന്ന ആ വരികളില് ആഴത്തിൽ വേരോടിയ ആത്മബന്ധത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് 2 രചനാഭാഗങ്ങളിലും ആഴത്തിൽ വേരോടിയ ആത്മബന്ധമാണോ എന്ന് ചോദിച്ചാൽ അതെ എന്നങ്ങോട്ട് ഉത്തരം എഴുതുക. അതെ, 2 കവിതയിലും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ കവിത വായിച്ചിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല, അത് സാരമില്ല, നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ള പോലെ നിങ്ങൾ ഉത്തരം എഴുതുക. 2ലും ആഴത്തിൽ വേരോടിയിരിക്കുന്ന ആത്മബന്ധങ്ങളാണെന്ന് എഴുതിയിട്ട് പുതുവർഷത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നത് അങ്ങോട്ട് അടിച്ചു പൊളിച്ച് എഴുതി വെക്കുക. അമ്മയെ ഓർക്കുന്ന മകള് അല്ലെ, അതിന്റെ സമ്മറി മുഴുവനും എഴുതി വെച്ചോളൂ കേട്ടോ. പുതുവർഷത്തിന്റെ മകൾ അമ്മയെ ഓർക്കുന്നു അല്ലെ, പോയ കാലം, ബാല്യത്തിൽ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നത്, ബാല്യകാല സ്മൃതികള്, അമ്മയ്ക്ക് തുമ്പയുടെ മാഹാത്മ്യം, അമ്മ മനസ്സിലുള്ളപ്പോൾ എന്തിനു പൂക്കളം, ഇതൊക്കെ അമ്മയും മകളും തമ്മിലുള്ള ആത്മബന്ധം അങ്ങോട്ട് അടിച്ചു പൊളിച്ച് എഴുതി വെച്ചേക്കുക. എന്നിട്ട് മറ്റേ കൊച്ചനുജൻ എന്ന കവിതയിലും, കൊച്ചനുജൻ എന്നാണല്ലോ അവിടെ പേര് തന്നിട്ടുണ്ടല്ലോ, കൊച്ചനുജൻ എന്ന കവിതയിലും ഇതുപോലെ ഒരു ചേച്ചിയും അനിയനും തമ്മിലുള്ള ബന്ധമാണ് എന്നങ്ങോട്ട് എഴുതി വെച്ചേക്കുക. ശരിക്കും അതിലെന്താ, വായിച്ചു നോക്കിയിട്ടുള്ളവർക്ക് മനസ്സിലാകും എന്താണെന്നുള്ളത് അല്ലേ. ആഴത്തിൽ താണിറങ്ങിയ വേരെങ്ങനെ മുറിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. ആത്മബന്ധം അത്രയേറെ ആഴത്തിലുള്ളതാണ്, അത് മുറിച്ചെടുക്കാൻ പറ്റില്ല എന്നാണ് ആ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. സാരമില്ല, വായിച്ച് മനസ്സിലാക്കിയില്ലെങ്കിലും നിങ്ങൾ എഴുതി വെച്ചേക്കുക. ആ കൊച്ചനുജൻ എന്നുള്ള കവിതയിലും പുതുവർഷത്തിലെ പോലെ തന്നെ ആഴത്തിൽ വേരോടിയ ബന്ധത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പറയാനൊരു നഷ്ടവുമില്ലല്ലോ, മാർക്കും കിട്ടും. ഓക്കെ, അടുത്തത്, ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു കീറാകാശവും ആകാശത്തായിരിക്കുമ്പോൾ ഒരു പിടിമണ്ണും മനസ്സിൽ സൂക്ഷിക്കുക. ഈ കഥാഭാഗത്ത് തെളിയുന്ന ജീവിത സന്ദേശത്തിന്റെ സമകാലിക പ്രസക്തി സൂചിപ്പിക്കുക. അത് ഏതാണ്ട് നമ്മുടെ എണ്ണ നിറച്ച കരണ്ടി പോലെയാണ് അല്ലെ. നമ്മൾ ഏതവസ്ഥയിലായിരുന്നാലും നമ്മൾ വല്ലാണ്ട് പൊങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്ന വഴി മറക്കാതിരിക്കാന്ന് പറയും അല്ലേ, അത് മനസ്സിൽ സൂക്ഷിക്കുക. ഇനി ഭൂമിയിലായിരിക്കുമ്പോഴോ നമ്മൾ ഇത്തിരി കഷ്ടപ്പാടിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എത്തേണ്ട ഔന്നത്യങ്ങളെ കുറിച്ച് നമ്മൾ സ്വപ്നം കാണണം. അപ്പോൾ ബാലൻസ് ചെയ്ത് ജീവിതം കൊണ്ടുപോവേണ്ടതിൻ്റെ ആവശ്യകതയെ കുറിച്ചാണ് പറയുന്നത്. അതാണ് ഈ കഥാഭാഗത്ത് തെളിയുന്ന ജീവിത സന്ദേശത്തിന്റെ സമകാലിക പ്രസക്തി. എന്താണ് ജീവിത സന്ദേശം? നമ്മൾ കഷ്ടപ്പാടുകളിലാകുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ പ്രത്യാശ സൂക്ഷിക്കുക. നമ്മൾ നല്ല കാലത്തിലായിരിക്കുമ്പോൾ, നമ്മൾ നമ്മുടെ ഏറ്റവും ടോപ്പായിട്ടുള്ള അവസ്ഥയിലായിരിക്കുമ്പോൾ, ജീവിതത്തിന്റെ ഏറ്റവും സന്തോഷഭരിതമായ ഉയർച്ചയിലായിരിക്കുമ്പോൾ വന്ന വഴി നമ്മൾ ഒരിക്കലും മറക്കാതെ എളിമയുള്ളവരായിരിക്കുക. ഇതാണ് സന്ദേശം. ഈ സന്ദേശത്തിന്റെ സമകാലിക പ്രസക്തി എന്ന് വെച്ചാൽ ഇന്നത്തെ ജീവിതത്തിലുള്ള പ്രസക്തി എന്താണെന്ന് വളരെ പ്രസക്തിയുണ്ട് അല്ലെ. കാരണം നല്ലത് എന്തെങ്കിലും കിട്ടുമ്പോൾ, കുറച്ചൊന്ന് ഉയരത്തിലെത്തുമ്പോൾ വന്ന വഴി മറക്കുക എന്ന് മലയാളിയെ കുറിച്ചുള്ള വലിയൊരു ആരോപണമാണ്. വന്ന വഴി മറക്കുന്നവരാണ് നമ്മൾ, പിന്നെ അഹങ്കാരികളായി മാറുന്നു അല്ലെ. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങൾ എഴുതിയേക്കുക, നിങ്ങൾക്ക് അറിയാവുന്ന വിധത്തിലൊക്കെ. എന്നിട്ട് പറയാ, ഇന്നത്തെ ജീവിതത്തിൽ ഈ സന്ദേശത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്, നമ്മൾ ഒരിക്കലും വന്ന വഴി മറക്കരുത്. അതേസമയം നിരാശ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ പത്രത്തിൽ
ഇഷ്ടം പോലെ വായിക്കും. അതിനാണ് നമ്മൾ പറയേണ്ടത്, നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ, നമുക്ക് എന്തെങ്കിലും കഷ്ടപ്പാടുണ്ടായിരിക്കുമ്പോൾ, നമ്മൾ വളരെ ഗ്രൗണ്ടഡ് ആയിരിക്കുമ്പോൾ നമ്മൾ എത്തേണ്ട ഉയരങ്ങൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം. ഇന്ന സ്ഥലത്തേക്ക് എത്തണം, അല്ലെ, ഇന്ന ഉയരത്തിൽ നമ്മൾ എത്തണം എന്നുള്ള പ്രത്യാശ സൂക്ഷിക്കുക. അപ്പൊ എപ്പോഴും പ്രത്യാശ മനസ്സിൽ സൂക്ഷിക്കുക, വന്ന വഴി മറക്കാതെ വിനയമുള്ളവരായിരിക്കുക. ഓക്കെ, അടുത്തത് ഒരു പുറത്തിൽ കവിയാതെ എഴുതണം കേട്ടോ. 6 മാർക്കിന്റെ ആണ്. ഒരാളെ വിശ്വസിക്കുന്നതിന് മുമ്പ് അവന്റെ ചുറ്റുപാടുകൾ ശരിയായി മനസ്സിലാക്കണം. ഈ ലോകത്തുള്ള സുഖങ്ങളൊക്കെ ആസ്വദിക്കുക, പക്ഷെ കരണ്ടിയും 2 തുള്ളി എണ്ണയും മനസ്സിലുണ്ടായിരിക്കണം, അല്ലെ. ഇത് എക്കാലത്തും പ്രസക്തമായ ജീവിത പാഠങ്ങളാണ് ജ്ഞാനി നൽകുന്നത്. ലഘു ഉപന്യാസം തയ്യാറാക്കാൻ, അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ അവസ്ഥയൊക്കെ വെച്ചിട്ട്, അല്ലെ, കാശുണ്ടെങ്കിൽ എന്തും സുഖവും ആസ്വദിക്കാവുന്ന ലോകമാണ് നമ്മുടെ, പക്ഷെ മൂല്യങ്ങളെക്കുറിച്ച് ചിന്ത വേണം. പറഞ്ഞു കഴിഞ്ഞതാണ്, നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്തത്. എൻ്റെ മോളെ, ഇതെങ്ങനെ കുടിക്കുന്നു? കഞ്ഞിവെള്ളം പോലും നേരെ ചവ കുടിക്കാനില്ല. എല്ലുകൾ ഉന്തി നിൽക്കുന്ന ശരീരവും വളഞ്ഞ നെട്ടലും അർദ്ധനഗ്നമായ ശരീരവും ഒറ്റ നോട്ടത്തിൽ തന്നെ അയാളെ ഒരു കൃഷിക്കാരൻ എന്ന് വിളിച്ചു പറഞ്ഞു. ഈ സൂചനകൾ, പാഠഭാഗം എന്നിവ വിലയിരുത്തി മാർക്കോസ് എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. ഓക്കെ, എളുപ്പമാണ്, അല്ലേ. നമ്മുടെ പോയകാല കേരളത്തിലെ കർഷകരുടെ പ്രതിനിധിയാണ് മാർക്കോസ് ഏട്ടൻ. കർഷകൻ എന്ന് വെച്ചാൽ എല്ലുമുറിയെ അധ്വാനിക്കുന്നവൻ എന്നർത്ഥം. മണ്ണിൽ പൊന്നു വിളയിക്കാൻ എല്ലുമുറിയെ അധ്വാനിക്കുന്ന കർഷകരുടെ പ്രതിനിധിയാണ് മാർക്കോസ് ഏട്ടൻ. എന്നാൽ ഇത്തരത്തിലുള്ള കർഷകർക്ക് അവരർഹിക്കുന്ന പൈസയോ അവരർഹിക്കുന്ന ഭക്ഷണമോ കിട്ടാത്തൊരു കാലം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇന്നും ഉണ്ട് കേട്ടോ. കർഷക ആത്മഹത്യകൾ നമുക്ക് പത്രത്തിൽ വായിക്കാം. ഓക്കെ, ഇനി മാർക്കോസിനെ പാഠഭാഗത്ത് വിവരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ഒന്ന് നോക്കൂ, എല്ലുകൾ ഉന്തി നിൽക്കുന്ന, അല്ലെ, ആ ഭാഗം അങ്ങനെ തന്നെ നിങ്ങൾ എടുത്തെഴുതുക ആൻസർ പേപ്പറിൽ. ഇത് നോക്കൂ, മാർക്കോസിനെ വിവരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. വേണ്ടത്ര ഭക്ഷണം കിട്ടാത്ത, അല്ലെങ്കിൽ പോഷക സമൃദ്ധമായ ഭക്ഷണം ഇല്ലാത്ത ഒരാളുടെ ശരീരമാണ് അദ്ദേഹത്തിൻ്റെത്. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, അല്ലെ, അദ്ദേഹം അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട്. അടുത്തതായിട്ട് നിങ്ങൾ അദ്ദേഹത്തിന് സംഭവിച്ചത് എന്താണെന്ന് എഴുതുക. വാഴവെട്ടാൻ വന്നതും അദ്ദേഹം മക്കളെ പോലെ പരിപാലിച്ചിരുന്നതും അപ്പൊ അദ്ദേഹത്തിനുണ്ടായ മാനസിക പ്രയാസവും എല്ലാം വിശദീകരിച്ച് എഴുതുക. എന്നിട്ട് അടുത്ത പാരഗ്രാഫിൽ, 4ാമത്തെ പാരഗ്രാഫിൽ എഴുതുക, മക്കളെ പോലെയായിരുന്നു കണ്ടിരുന്നത്, അത് വെട്ടിയത്, അല്ലെ, വാഴ വെട്ടേണ്ടി വന്നത് അദ്ദേഹത്തിന് വലിയ മാനസിക ആഘാതം ഉണ്ടാക്കി. അപ്പോൾ ഇദ്ദേഹം ലാഭം കണ്ട് മാത്രം കൃഷി ചെയ്തിരുന്ന ഒരാളല്ല, മക്കളെ പോലെ സ്നേഹിച്ചിട്ടാണ് കൃഷി ചെയ്തിരുന്നത്. വെട്ടിക്കളഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായ മനപ്രയാസം, അതുകൊണ്ടാണ്, അത്രയും സിൻസിയർ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് മനപ്രയാസം ഉണ്ടായത്, അല്ലെ. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് എഴുതുക, കഥാപാത്ര നിരൂപണം. ഓക്കെ, അടുത്തത്. ഓണവും പൂവും മറന്ന മലയാള നാടിങ്ങു ഖിന്ന ഞാൻ നോക്കി നിൽപ്പു. ഇത്തിരി മണ്ണില്ലാതെ എത്ര പേർ, കൂടുപോൽ കൊച്ചു വീടെത്ര പൂവെങ്ങു പിന്നെ. മലയാള നാടിനും ആഘോഷങ്ങൾക്കും വന്ന മാറ്റങ്ങൾ കവിയെ സങ്കടപ്പെടുത്തുന്നു. ഈ കവിത നിങ്ങളുടെ മനസ്സിൽ ഉണർത്തിയ വികാര വിചാരങ്ങൾ കത്ത് തയ്യാറാക്കാൻ സുഹൃത്തിന് എഴുതിയിട്ട്. മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞൂലേ, ആദ്യം സ്ഥലം, തീയതി, പ്രിയപ്പെട്ടാന്ന് എഴുതുക. എന്നിട്ട് സുഖവിവരങ്ങളൊക്കെ ആദ്യം അന്വേഷിക്കുക കേട്ടോ. നിങ്ങൾക്ക് സുഖമല്ലേ, എനിക്കിവിടെ സുഖമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇപ്പൊ നമ്മുടെ ഓണക്കാലമാണല്ലോ, അപ്പോൾ ഓണം വന്നില്ലേ, ഓണാഘോഷങ്ങളൊക്കെ എവിടം വരെയായി, പണ്ടത്തെ പോലെ രസകരമായി ഇപ്പോഴും ഓണം ആഘോഷിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചോദിക്കുക. എന്നിട്ട് നമ്മൾ പുതുവർഷം എന്നുള്ള കവിതയെ പറ്റി എഴുതാം, അല്ലെ. നമ്മുടെ ടെക്സ്റ്റിൽ ഞാൻ ഇങ്ങനെ ഒരു കവിത പഠിച്ചു, ആ കവിത എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടില്ലെങ്കിലും ഇഷ്ടമായി എന്ന് എഴുതിക്കൊള്ളാം. അത് വലിയ ഇഷ്ടമായി എന്ന് എഴുതിയിട്ട് അതിൽ എന്താ പറഞ്ഞേക്കണേ കവിത, അല്ലെ, എന്താ പറഞ്ഞേക്കുന്നത്? പണ്ട് കാലത്ത് കവയത്രിയുടെ അമ്മയുടെ കൂടെ ഓണം ആഘോഷിച്ച കാര്യം കവയത്രി ഓർക്കുകയാണ്, അല്ലെ. അന്ന് കാലം എന്തോരം പൂവായിരുന്നു കേരളത്തില്, തുമ്പപ്പൂ പോലെ തന്നെയായിരുന്നു എൻ്റെ അമ്മയും, അത്ര പരിശുദ്ധയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കവയത്രി അതിൽ പറയുന്നുണ്ട്. ഇന്ന് പക്ഷേ കവയത്രി ഒരു ചെറിയ ബാൽക്കണി, നഗരത്തിലാണ് ജീവിക്കുന്നത്, അല്ലെ. ആ നഗരത്തിൽ നിന്നിട്ടേ കവയത്രിക്ക് കർക്കിടകവും ഓണവും ഒക്കെ ആഘോഷിക്കാൻ പറ്റുന്നുള്ളൂ. അതിൻ്റെതായ പ്രശ്നങ്ങൾ കവയത്രിയുടെ മനസ്സിനുണ്ട്. ഇന്നും ഓണവും പൂവും ഒക്കെ നഷ്ടപ്പെട്ടു പോയി. ഒരു വീട് പോലും ഇല്ലാത്ത, നിറയെ ഫ്ലാറ്റ് ആയിട്ടുള്ള ജീവിതമാണ് കേരളത്തിൽ. അവിടെ പൂവ് കിട്ടാനില്ല എന്നുള്ള അവസ്ഥയൊക്കെ കവയത്രി പറയുന്നുണ്ട് എന്നൊക്കെ എഴുതാം 2ാമത്തെ പാരഗ്രാഫിൽ. 3ാമത്തെ പാരഗ്രാഫിൽ പറയാ, ഇന്ന് നമ്മുടെ കേരളം സത്യത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്, അല്ലെ. പണ്ടത്തെ പോലത്തെ ഓണവും പൂക്കളും ഒന്നും നമുക്കിന്നില്ല. ഇന്നൊരു പൂക്കളം ഇടണമെന്നുണ്ടെങ്കിൽ പൂ കാശ് കൊടുത്ത് മേടിക്കേണ്ട ഗതിയാണ് എന്നൊക്കെ പറഞ്ഞൊന്ന് എഴുതിയിട്ട്, നിന്റെ ഓണം നന്നായിരിക്കുന്നു എന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കത്തങ്ങൾ അവസാനിക്കുക. ഓക്കെ, അടുത്തത്.
ഇത് നിങ്ങൾ തന്നെ പട്ടിക ക്രമപ്പെടുത്തി എഴുതിയാൽ മതി. 1ാം ക്ലാസ്സുകാരുടെ പരിപാടിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ദ ഫോളോയിങ്. അടുത്തത് മാതൃക പോലെ പിരിച്ചെഴുതുക. പുര പ്ലസ് ഇടം, പുരയിടം. അപ്പൊ വാഴപ്പോള എങ്ങനെയാ? വാഴ പ്ലസ് പോള, സിംഗിൾ പാ മതി കേട്ടോ. മാതൃക പോലെ എഴുതുക. ധൈര്യമുള്ളവൻ ധീരൻ, ജ്ഞാനമുള്ളവൻ ജ്ഞാനി. ഓക്കെ. ആരോടുമില്ല വഴക്കെന്ന് പുഞ്ചിരിച്ചാരോടും കൂടി നടന്ന കാര്യം. കാലം. ഈ വരികൾ എങ്ങനെയാ വ്യക്തമാക്കുന്നത്? എന്താ വ്യക്തമാക്കുന്നത്? എല്ലാവരോടും വഴക്കാണെന്നാണോ? എല്ലാവരോടും പുഞ്ചിരിക്കുന്നില്ല എന്നാണോ? അങ്ങനെയല്ല, എല്ലാവരോടും സന്തോഷത്തോടെയും സൗഹൃദത്തോടെയും ഇടപഴകുന്നു. ഓക്കെ. അടുത്തത്, ആ പാവപ്പെട്ട കർഷകന്റെ ഉള്ളിൽ തീ പിടിച്ചു, അയൽവക്കത്തെ പുരയ്ക്ക് തീ പിടിച്ചു. 2 സന്ദർഭങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചേക്കുന്നത്. എന്താ ഈ തീ പിടിച്ചു എന്ന് വെച്ചാൽ അർത്ഥം? പുരയ്ക്ക് തീ പിടിച്ചു എന്ന് വെച്ചാൽ തീ കത്തി, അഗ്നി ജ്വലിച്ചു എന്നർത്ഥം അല്ലെ. കർഷകന്റെ ഉള്ളിൽ തീ പിടിച്ചു എന്ന് വെച്ചാൽ മണ്ണെണ്ണ വെച്ച് പെട്രോൾ ഒഴിച്ച് തീ കൊടുത്തു ആരെങ്കിലും. കർഷകന്റെ ഉള്ളിൽ തീ പിടിച്ചു എന്നുള്ള തീ അയാളുടെ ഉള്ളിലുള്ള ആ ആങ്സൈറ്റി, അയാളുടെ ഉള്ളിലുള്ള വിഷമം, ഉത്കണ്ഠ, ആധി, അതിനെയൊക്കെ സൂചിപ്പിക്കുന്നു കേട്ടോ. ഒന്ന് സൂചിപ്പിക്കുന്നത് ഒരാളുടെ മനസ്സിലുണ്ടായ വികാരങ്ങളെയാണ്. ആധി പിടിച്ചു എന്ന് പറയില്ലേ, വാഴയെ ആലോചിച്ച് ആധി പിടിച്ച മനസ്സ്, ആധി പിടിച്ച മനസ്സിന്റെ ആധിയെയാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തേത് ശരിയായ അഗ്നിയെ സൂചിപ്പിക്കുന്നു. അമ്മ പറഞ്ഞതിനൊപ്പുറം ഇല്ലാതിരുന്ന പോയ കാലം. സമാന താളത്തിലുള്ള വരികൾ സ്വയം കണ്ടെത്തിയേക്ക. അടുത്തത് 2 വാക്യങ്ങളാക്കുക. വൃദ്ധൻ കഥ പറഞ്ഞു നിർത്തിയപ്പോൾ ഇടയൻ നിശബ്ദനായി. വൃദ്ധൻ കഥ പറഞ്ഞു നിർത്തി, ഇടയൻ നിശബ്ദനായി. മുറ്റത്തിന് ഐശ്വര്യം ചാർത്തും ആ പൂക്കളോടൊപ്പം എൻ്റെ അമ്മയും തുമ്പ പോലെ. അമ്മയെ തുമ്പയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ മക്കളെ 3ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും സെയിം സാധനം ആവർത്തിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ. ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അടുത്തത്, ഉഴുതുണ്ണവനെ തൊഴുതുണ്ണണം എന്ന പഴഞ്ചൊല്ലിന്റെ ആശയം വാഴവെട്ട് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി പറയുക. എന്താ മക്കളെ ഉഴുതുണ്ണുന്നവൻ എന്ന് വെച്ചാൽ അർത്ഥം? ഭൂമിയിലെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഭക്ഷണം കഴിക്കുന്നവൻ, അതാണ് ഉഴുതുണ്ണുന്നവൻ എന്ന് വെച്ചാൽ അർത്ഥം അല്ലേ. അങ്ങനെയുള്ളവനെ തൊഴുത് ഉണ്ണണം, അതായത് അങ്ങനെയുള്ളവനെ നമ്മൾ ബഹുമാനിക്കണം എന്നർത്ഥം. ഒരാൾ ഉഴുക എന്ന് വെച്ചാൽ പാഠം, കാളകളെ കൊണ്ട് ഉഴുക എന്ന് വെച്ചാൽ മണ്ണിൽ അധ്വാനിക്കുക എന്നർത്ഥം. മണ്ണിൽ അധ്വാനിച്ചിട്ട് അതിന്റെ ഫലം ഭക്ഷിക്കുന്നവനെ നമ്മൾ തൊഴണം, നമ്മൾ റെസ്പെക്ട് ചെയ്യണം എന്നാണ് അർത്ഥം. അതായത് കർഷകനെ ബഹുമാനിക്കണം എന്നാണ് അർത്ഥം. ഇതിന്റെ അർത്ഥവും വാഴവെട്ട് എന്ന പാഠഭാഗവും തമ്മിൽ ബന്ധപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ 4 മാർക്കിന്റെ ചോദ്യമാണ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കർഷകര് കാരണമാണ് നമ്മൾ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നത് അല്ലെ. മറ്റ് ഏത് തൊഴിൽ മേഖലകളിൽ എത്ര വൈദഗ്ധ്യമുള്ള ആൾക്കാരുണ്ടായാലും ഭൂമിയിൽ ഇറങ്ങി കൃഷി ചെയ്യാൻ കൃഷിക്കാരില്ലെങ്കിൽ നമ്മളൊക്കെ പട്ടിണി കിടന്ന് ചത്തുപോകും. ഉറപ്പാണല്ലോ അല്ലെ. നമുക്ക് മാംസാഹാരം മാത്രം കഴിച്ച് ജീവിക്കാൻ പറ്റില്ല. കാരണം മാംസാഹാരം കഴിക്കണമെങ്കിൽ ആട്, മാട്, കോഴി മുതലായ ജീവികൾ ജീവനോടെ ഇരിക്കണം. അവയ്ക്ക് വേണ്ട ഭക്ഷണം എവിടെ നിന്ന് കിട്ടും? അവയ്ക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ കൃഷി വേണം അല്ലേ. അപ്പൊ എങ്ങനെ നമ്മൾ നോക്കിയാലും നമ്മൾ ജീവനോടിരിക്കണമെങ്കിൽ മണ്ണിലിറങ്ങി ആരെങ്കിലും ഒക്കെ അധ്വാനിക്കണം. അപ്പൊ നമ്മുടെ ജീവന്റെ അടിസ്ഥാനം അല്ലെ, നമ്മുടെ ജീവന്റെ നിലനിൽപ്പ് കൃഷിയെ ആശ്രയിച്ച് തന്നെയാണ്. അതുകൊണ്ടാണ് ഉഴുത് ഉണ്ണുന്നവനെ തൊഴുതുണ്ണണം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പൊ അതിന്റെ ആശയം അങ്ങ് നമ്മൾ വിശദമാക്കി. അടുത്തത് വാഴവെട്ടുമായിട്ട് കമ്പയർ ചെയ്യാൻ. വാഴവെട്ടിൽ മണ്ണിൽ കഠിനമായി അധ്വാനിക്കുന്ന മാർക്കോസ് ചേട്ടനെ വേണ്ടത്ര ബഹുമാനിക്കുന്നില്ല എന്ന് മാത്രമല്ല അപമാനിക്കുകയും കൂടി ചെയ്യുന്നുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥര്. അദ്ദേഹത്തിന്റെ അന്നന്നപ്പം ആയ വാഴകളെ വെട്ടി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പഴഞ്ചൊല്ലിന് നേരെ വിപരീതമായിട്ടുള്ള അനുഭവമാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. അദ്ദേഹത്തിന് ബഹുമാനമല്ല മറിച്ച് അപമാനമാണ് കിട്ടുന്നത്. അപമാനം എന്ന് മാത്രമല്ല, അദ്ദേഹം ജീവിച്ചിരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇല്ലാതാക്കി അദ്ദേഹത്തെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ സർക്കാർ ഉദ്യോഗസ്ഥര്. അടുത്തത്, ഓണപ്പുലർച്ചയിൽ കൂരുരുൾ നീക്കിയൻ വീടിനകത്ത് അമ്മ വന്നുദിക്കും. കവയിത്രിയിൽ പ്രകടമാക്കുന്ന ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം. മാലറ്റുപോകും വരും വർഷം അക്ഷയ ശ്രീയാം വലത്തുകാൽ വെച്ചു കയറും. എന്തുകൊണ്ടാണ് കവയിത്രിക്ക് ഇത്ര ആത്മവിശ്വാസം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്?
അമ്മയിലുള്ള വിശ്വാസമാണ് അല്ലെ. എന്ത് സംഭവിക്കുന്നതാണ് പറയുന്നത്? ഓണത്തിന്റെ അന്ന് പുലർച്ചയ്ക്ക് എല്ലാ ഇരുളും നീക്കി, ഞാനിവിടെ ഇരുളിലാണ് ജീവിക്കുന്നത് അല്ലെ, എനിക്കിവിടെ പൂക്കളില്ല, ഒന്നുമില്ല, കർക്കിടകക്കാറ്റും മഴയും ഏൽക്കുന്നത് ഞാൻ കുഞ്ഞു ബാൽക്കണിയിൽ നിന്നിട്ടാണ്, നഗരത്തിലാണ് ഞാൻ ജീവിക്കുന്നത്, ഗ്രാമത്തിന്റെ ഐശ്വര്യമൊക്കെ പോയിട്ട് ദുഃഖത്തിലാണ് കവയത്രി. ഒരേ ഒരു പ്രതീക്ഷയേ ഉള്ളൂ, ഓണപ്പുലർച്ചയിൽ അമ്മ എൻ്റെ അടുത്തേക്ക് വരും, എല്ലാ ദുഃഖങ്ങളും പോകും, വരും വർഷം, അടുത്ത വർഷം എല്ലാ ഐശ്വര്യങ്ങളും എനിക്ക് ലഭിക്കും, ഗ്രാമത്തിൻ്റെതായ എല്ലാ നന്മകളും എനിക്ക് ലഭിക്കും. അവിടെ ഇത്രയും ആത്മവിശ്വാസം ഉണ്ടാവാനുള്ള കാരണം സ്വന്തം അമ്മയിലും പോയ കുട്ടിക്കാലത്തിന്റെ നന്മയിലുമുള്ള വിശ്വാസമാണ് കേട്ടോ. അടുത്തത്, ആ കുടിലിലെ ജീവിത ചൂട് വീശി തണുപ്പിച്ചു കൊണ്ടിരുന്ന മരതക കാറ്റാടികളായിരുന്നു അവ. വാഴയെ മരതക കാറ്റാടി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നതിന്റെ ഔചിത്യം എന്ത്? കർഷകന്റെ ജീവിതം കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നു അല്ലെ, ദാരിദ്ര്യം ഉണ്ടായിരുന്നു അവർക്ക്. ഈ ദാരിദ്ര്യം, ആ ജീവിത ചൂട് മാറിയിരുന്നത് വാഴയുടെ പല പല ഭാഗങ്ങൾ വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ടാണ്. വാഴയുടെ ഇല വിൽക്കും, നാര് വിൽക്കും, കുല വെട്ടി ചന്തയിൽ വിൽക്കും. അങ്ങനെ കിട്ടുന്ന പൈസയാണ് കർഷകന്റെ ജീവിതത്തിന്റെ ചൂട്, ദാരിദ്ര്യത്തിന്റെ ചൂട് ഇത്തിരി മാറ്റിയിരുന്നത്. ഇങ്ങനെ ദാരിദ്ര്യ ചൂട് മാറ്റിയിരുന്നത് കൊണ്ടാണ് മരതക കാറ്റാടികൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. കാറ്റാടികൾ എന്ന് വെച്ചാൽ കാറ്റ് വീശി ചൂടില്ലാതാക്കുന്നവ എന്നർത്ഥം. മരതകം എന്ന് വെച്ചാൽ പച്ച നിറത്തിലുള്ള എന്നർത്ഥം. വാഴയുടെ ആ പച്ച നിറത്തിനെ സൂചിപ്പിക്കാനാണ് മരതകം എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കാറ്റാടി എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? ജീവിതച്ചൂട് ആറ്റിത്തണുപ്പിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ. അടുത്തത്, വെറുതെ നടക്കണ്ട, ഇതുകൂടി കയ്യിലിരിക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, നടക്കുമ്പോൾ എണ്ണ തുളുമ്പി പോവാതെ സൂക്ഷിക്കണം. ഈ വാക്കുകൾ നൽകുന്ന അർത്ഥസൂചന എന്താണ്? ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ് അല്ലെ, എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിച്ചോളൂ, പക്ഷേ മൂല്യങ്ങൾ മുറുകെ പിടിക്കണം. സൗകര്യങ്ങൾ ആസ്വദിക്കുമ്പോൾ മൂല്യങ്ങൾ പോകാതെ സൂക്ഷിക്കണം. വിശദമായിട്ട് നമ്മൾ പറഞ്ഞതാണ്, വിശദമായിട്ട് എഴുതിക്കോളൂ. പുസ്തക സഞ്ചിയിൽ കൊച്ചുനെല്ലിക്കയും പച്ചപ്പുളിയും ഒളിച്ച കാലം, ആരോടുമില്ല വഴക്കെന്ന് പുഞ്ചിരിച്ചാരോടും കൂടി നടന്ന കാലം. ബാല്യത്തെ വർണ്ണിക്കുന്ന വരികൾ. തീരാപ്പകയും തിളയ്ക്കുമി സ്നേഹവും തീയിട്ടരിച്ച മനസ്സുയർത്തി, ആരോടും ചേരുവാനാകാതെ വൈദ്യുത വീജി പോലെ ആപത്തായി മാറും കാലം. രണ്ടു കാലഘട്ടങ്ങളിലുമുള്ള കവയിത്രിയുടെ മാനസികാവസ്ഥകൾ താരതമ്യം ചെയ്യുക. ഒന്ന് ബാല്യകാലം അല്ലെ, ബാല്യകാലം എന്തുപോലെയാണെന്ന് ഞാൻ പറഞ്ഞു, പൂവ് പോലെ, മഞ്ഞുതുള്ളി പോലെ പരിശുദ്ധമായ ബാല്യം. ആകെ ഒരു ചിന്തയുള്ളത് പുസ്തക സഞ്ചിയിൽ നെല്ലിക്കയും പുളിയും ഒളിപ്പിച്ചു വെക്കണം. ആരോടും വഴക്ക് കൂടുന്നില്ല, എല്ലാവരോടും പുഞ്ചിരി, സ്നേഹം മാത്രം. കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങൾ അപ്പം തന്നെ മറന്നു കളയും. സ്ഥായിയായിട്ട് വിരോധം ആരോടും വെക്കാത്തൊരു ബാല്യകാലം. പിന്നീട് വന്നു ചേർന്നത് എന്താണ്? കൗമാരകാലമാണ്. കൗമാരകാലത്തിന്റെ പ്രത്യേകത എന്താണ്? ഞാൻ പറഞ്ഞു അത് അല്ലേ, നമ്മുടെ ശരീരം മാറുന്നതിനോടൊപ്പം പല ഹോർമോണൽ ചേഞ്ചും വരുന്നതിനോടൊപ്പം മനസ്സിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ വരും. അനാവശ്യമായിട്ട് മനുഷ്യരോട് പക തോന്നും, മറ്റുള്ളവരോട്. അതേസമയം തിളയ്ക്കുന്ന സ്നേഹം തോന്നും ചിലരോട്. മനസ്സിൽ ഒരു തീക്കനൽ കിടന്ന് എരിയാൻ തുടങ്ങും. ആരോടും ചേർന്ന് നിൽക്കാൻ തോന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ള നെഗറ്റീവ് ചിന്തകൾ വരും അല്ലെ. ഇതെല്ലാം കൂടിയിട്ട് കവയത്രി ഒരു വൈദ്യുത വീജി പോലെയായി തീർന്നു, ഇലക്ട്രിക് കറണ്ട് പോലെയായി തീർന്നു അല്ലെ, ആർക്കും അടുക്കാൻ പറ്റാത്ത വ്യക്തിത്വമായി തീർന്നു. അപ്പൊ ബാല്യകാലത്ത് എല്ലാവരോടും കൂട്ടുകൂടി നടന്ന ആൾ കൗമാരകാലമായപ്പോൾ ആരോടും കൂട്ടുകൂടാനാവാതെ അവനവനിലേക്ക് തന്നെ ചുരുങ്ങി, അവനവന്റെ വികാരങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുത്ത് വിഷാദ ചിന്തയും പകയും സ്നേഹവും ഒക്കെ തിളയ്ക്കുന്ന ഒരു ആരോടും ചേരാത്ത വ്യക്തിത്വമായി മാറി. അത് എല്ലാവരുടെ ബാല്യത്തിൽ നിന്നും കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാവുന്ന മാറ്റമാണ് കേട്ടോ. അടുത്തത് 6 മാർക്കിന്റെ ചോദ്യം വന്നു മക്കളെ. തിണ്ണയിൽ ചിതറിക്കിടക്കുന്ന ചപ്പും കുപ്പയും കൈച്ചുറുക്കോടുകൂടി രാഹുൽ തൂത്തുവാരി. അവൾ അതിഥിക്ക് ഇരിക്കാൻ പായ നിവർത്തി കൊടുത്തു. എൻ്റെ പിതാവിനും രോഗമുണ്ട്, അവരെ കൂടി വെട്ടിമൂടുക, സിംഹിയെ പോലെ പറഞ്ഞു. മേൽ കൊടുത്തിരിക്കുന്ന കഥാപാത്രങ്ങളും കഥയിലെ സന്ദർഭങ്ങളും പരിഗണിച്ച് റാഹേലിന്റെ സ്വഭാവ സവിശേഷതകൾ വ്യക്തമാക്കുന്ന കുറിപ്പ് തയ്യാറാക്കുക. റാഹേൽ കർഷകന്റെ മകളാണ് അല്ലെ. ഒരു കർഷക സ്ത്രീയുടേതായ എല്ലാ പ്രത്യേകതകളും അവൾക്കുണ്ട്. കാരണം തുടക്കത്തിൽ എന്താണ് കാണിക്കുന്നത്? തുടക്കത്തിൽ കൃഷിക്ക് വേണ്ട കാര്യങ്ങൾ നല്ല കൈമിടുക്കോടുകൂടി ചെയ്യുന്നതാണ് കാണുന്നത്. തിണ്ണയിൽ കിടന്നിരുന്ന ചപ്പും കുപ്പയും ഒക്കെ കൈച്ചുറുക്കോടുകൂടി തൂത്തുവരുന്നത് കാണിക്കുന്നുണ്ട്. അതേസമയം വന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഇരിക്കാൻ ബഹുമാനത്തോടുകൂടി പായ നിർത്തി കൊടുക്കുന്നു.
അപ്പോൾ സന്ദർഭത്തിനനുസരിച്ച് പെരുമാറാൻ പറ്റുന്ന വിവേകമുള്ളൊരു പെൺകുട്ടിയായിട്ടാണ് കാണുന്നത്. പക്ഷേ പിന്നീട് ഒരു സിംഹിയെ പോലെ ഗർജിക്കുന്നത് എപ്പോഴാണ്? ആ സന്ദർഭം തങ്ങളുടെ അന്നന്നപ്പമായിരുന്ന വാഴ വെട്ടേണ്ടി വന്നപ്പോൾ. അപ്പോഴാണ് അവളുടെ ഒരു സമനില തെറ്റിപ്പോകുന്നത്, അല്ലേ? അപ്പോൾ സന്ദർഭത്തിനനുസൃതമായിട്ട് പെരുമാറുന്ന ഒരു കുട്ടിയാണ്. കാണിക്കേണ്ട സന്ദർഭത്തിൽ ബഹുമാനം കാണിച്ചിട്ടുണ്ട്, അല്ലാത്ത സന്ദർഭത്തിൽ ബഹുമാനം കാണിക്കുന്നുമില്ല. ഇനി വേറൊരു സന്ദർഭം നമുക്ക് എടുക്കാം. അപ്പന് കഞ്ഞിവെള്ളം കൊണ്ടു കൊടുക്കുന്ന സന്ദർഭം, അല്ലേ? അപ്പന് കഞ്ഞിവെള്ളം കൊണ്ടു കൊടുത്തിട്ട് വളരെ വിഷമത്തോടു കൂടി പറയുന്നുണ്ട്, ഈ പ്രാണികൾ എത്ര നീക്കിയിട്ട് എത്ര വൃത്തിയാക്കിയിട്ടും വൃത്തിയാകുന്നില്ല എന്നുള്ളത്. ഈ സന്ദർഭങ്ങളെല്ലാം പരിഗണിച്ചിട്ട് ഒരു അന്നത്തെ പണ്ട് കാലത്തെ കർഷക കുടുംബത്തിലെ ഒരു സാധാരണ പെൺകുട്ടി, കൃഷി ചെയ്യാൻ അധ്വാനിക്കാൻ ഒരു മടിയുമില്ലാത്തവൾ, അതേസമയം നല്ല ഭക്ഷണമൊന്നും കിട്ടണില്ല, അല്ലേ? നിറച്ച് പുഴുവുള്ള കഞ്ഞിവെള്ളമൊക്കെയാണ് അവൾക്കും കിട്ടുന്നത്. അപ്പോൾ എത്ര മോശം ഭക്ഷണം കിട്ടിയിട്ടും മുണ്ട് മുറുക്കി ഉടുത്ത് സാഹചര്യങ്ങളോട് പൊരുതി കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരു കർഷക പെൺകുട്ടിയായിട്ട് കാണാൻ പറ്റും. അതേസമയം സ്വന്തം നിലനിൽപ്പിന് ആപത്താകുന്ന വിധത്തിലുള്ള ഒരു വല്ലാത്ത സംഭവം ഉണ്ടായപ്പോൾ, വാഴകൾ വെട്ടുന്ന എന്ന സംഭവം ഉണ്ടായപ്പോൾ ഒരു സിംഹിയെ പോലെ ഗർജിക്കാൻ അവൾ മടിക്കുന്നില്ല. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നേരെ ഒരു പേടിയും കൂടാതെ ഒരു സിംഹിയെ പോലെ ഗർജിച്ചെടുക്കുന്നു. അപ്പോൾ രണ്ട് കഥാസന്ദർഭങ്ങളിലും അവളുടെ രണ്ടു തരം മുഖമാണ് കാണുന്നത്. ഒന്ന് ആദിത്യ മര്യാദയോടുകൂടി പെരുമാറുന്ന ഒരു കുട്ടി, രണ്ടാമത്തേതിൽ സിംഹിയെ പോലെ അനീതിക്കെതിരെ ഗർജിക്കുന്ന കുട്ടി. ഓക്കെ, അപ്പോൾ ഇതെല്ലാം വെച്ച് ക്യാരക്ടർ സ്കെച്ച് എഴുതിക്കൊള്ളുക. അടുത്തത്, ഇടയന്റെ മോഹം നാട് ചുറ്റി കാഴ്ചകൾ കാണുകയാകാം. ആയിക്കോട്ടെ, അപ്പോഴും അവന്റെ കണ്ണ് സ്വന്തം ആട്ടിൻകൂട്ടത്തിന്റെ മുകളിൽ തന്നെ ഉണ്ടാവണം. ഒരാളെ വിശ്വസിക്കുന്നതിന് മുമ്പ് അവന്റെ ചുറ്റുപാടുകൾ മനസ്സിലാക്കിയിരിക്കണം. ജ്ഞാനിയായ വൃദ്ധൻ സാന്ത്യോഗിക്ക് നൽകുന്ന ഈ ഉപദേശം പുതുതലമുറയ്ക്ക് കൂടിയുള്ളതാണോ? പുതുതലമുറ നേരിടേണ്ട തിരിച്ചറിവുകൾ എന്ന വിഷയത്തിൽ ലഘു ഉപന്യാസം തയ്യാറാക്കും. ഹെഡിങ് എഴുതുക, ആദ്യം അടിയിൽ വരയ്ക്കുക. പുതുതലമുറ നേടേണ്ട തിരിച്ചറിവുകൾ. ആദ്യം കൊടുക്കുന്ന ഉപദേശം എന്താ? നാട് ചുറ്റി കാഴ്ചകൾ കണ്ടോട്ടെ ഒരിടയൻ, പക്ഷെ ആട്ടിൻകൂട്ടത്തിന് ശ്രദ്ധിക്കണം. കണ്ണെപ്പോഴും അവിടെ ആവണം. ഒരാളെ വിശ്വസിക്കുന്നതിന് മുമ്പ് ചുറ്റുപാടുകൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. ഇത് നിങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് നേടേണ്ട തിരിച്ചറിവ് എന്നതിൽ ഉപന്യാസം തയ്യാറാക്കുമ്പോൾ ആദ്യം പറയേണ്ട കാര്യം ഇന്നത്തെ തലമുറ ചെന്ന് ചാടുന്ന ചതിക്കുഴികളെ പറ്റിയാണ്. ഇന്നത്തെ തലമുറയ്ക്ക് കിട്ടിയിട്ടുള്ള ഒരു വലിയ അനുഗ്രഹമാണ് ഇന്റർനെറ്റ്, അല്ലേ? ഈ ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ, സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരാൾ ശ്രദ്ധിക്കേണ്ട കരുതലുകൾ എന്താണ്? നാട് ചുറ്റി കാഴ്ചകൾ കാണാം ഇടയന്, കണ്ടോട്ടെ, പക്ഷെ ആട്ടിൻകൂട്ടത്തിൽ ശ്രദ്ധ വേണം. അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ എങ്ങനെ വേണമെങ്കിലൊക്കെ വിഹരിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷേ സ്വന്തം ആട്ടിൻപറ്റം, ഇവിടെ ആട്ടിൻപറ്റത്താ, ഞങ്ങൾക്ക് ആട്ടിൻപറ്റൊന്നുമില്ല മിസ്സേ എന്ന് പറയരുത്. സ്വന്തം കാര്യത്തിൽ സ്വന്തം പഠനം, സ്വന്തം സ്വഭാവം, പല കാര്യങ്ങളും, അല്ലേ? സ്വന്തം വീട്, അതുപോലെ താൻ ചെന്ന് ചാടുന്ന ചതിക്കുഴികൾ, ഇതിനെക്കുറിച്ചൊക്കെ ശരിയായ ബോധം കുട്ടികൾക്ക് അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് ഉണ്ടായിരിക്കണം. അതുണ്ടായില്ലെങ്കിൽ എന്തുണ്ടാവും? ചതിക്കുഴികളിൽ നമ്മൾ വീണു പോകും. ഒരാളെ വിശ്വസിക്കുന്നതിന് മുമ്പ് അയാളുടെ ചുറ്റുപാടുകൾ ശരിയായി മനസ്സിലാക്കിയിരിക്കണം. സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടുമുട്ടുന്ന ആളുകൾ, അവരെന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് ഒന്നും നമുക്കറിയാതെ നമ്മൾ അവർ പറയുന്നത് അപ്പാടെ അങ്ങ് വിഴുങ്ങും, അല്ലെ? ഒരു വടക്കൻ സെൽഫി എന്നുള്ള സിനിമ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി എഴുതാവുന്നതാണ്. സിനിമ കാര്യങ്ങളൊക്കെ എഴുതാട്ടോ, മലയാളമാണ്. നമുക്ക് ചുറ്റുമുള്ള എന്തും ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് എഴുതാം. അതിലില്ലേ ആ പെൺകുട്ടി ഒരു ഫേക്ക് ഐഡിയുടെ വലയിൽ വീണു പോകുന്നത്? ഇത് എഴുതിയതിന് ശേഷം ഇന്നത്തെ പത്രത്തിൽ വരുന്ന വാർത്തകൾ, പത്രം നിങ്ങൾ വായിക്കാറില്ലെങ്കിൽ നിങ്ങൾ വാർത്തകൾ കുറച്ച് ഉണ്ടാക്കി അങ്ങോട്ട് എഴുതുക. ഇന്ന സ്ഥലത്ത് ഇന്ന പെൺകുട്ടി ഇന്ന കാര്യത്തിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ ചതിക്കുഴിയിൽ പെട്ടുപോയതും അങ്ങനത്തെ കഥകളൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി എഴുതി കൊടുത്തിട്ട് പറയാ, ഇന്നത്തെ തലമുറയ്ക്ക് പറ്റിയ ഉപദേശമാണ് ആ ജ്ഞാനി കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്തും ആസ്വദിക്കാം. എങ്ങനെ? നമ്മുടെ കണ്ണ്, നമ്മുടെ ജ്ഞാനക്കണ്ണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു മുൻകരുതൽ എപ്പോഴും നമ്മുടെ ഉള്ളിൽ അണയാത്ത ഒരു കണ്ണ് കത്തിച്ചു വെച്ചിട്ട്, അല്ലേ? കണ്ണ് വേണം അകത്തും പുറത്തും, ഉള്ളിൽ എപ്പോഴും ഉൾക്കണ്ണു വേണം, കത്തിജ്വലിക്കും അണയാത്ത കണ്ണ് എന്നാണ് പറയുക. നമ്മുടെ ഉള്ളിൽ എപ്പോഴും അണയാത്ത ഒരു കണ്ണ് കത്തിജ്വലിച്ചു കൊണ്ടിരിക്കണം. നമുക്ക് നേരെ വരുന്ന എന്ന് വിചാരിച്ചിട്ട് തൊട്ടേനും പിടിച്ചതിനും സംശയിക്കണം എന്നല്ല കേട്ടോ പറയണത്. നമ്മുടെ നേർക്ക് വരുന്ന ചതിക്കുഴികളെ കണ്ടറിയാനുള്ള ഒരു ഇൻറ്റ്യൂഷൻ, ഒരു ഉൾക്കണ്ണ് എപ്പോഴും നമ്മുടെ ഉള്ളിൽ തുറന്നിരിക്കണം.
കേട്ടോ. അപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന കുറേ സംഭവങ്ങൾ നിങ്ങളുടെ വക നിങ്ങൾ അങ്ങോട്ട് ഉണ്ടാക്കി എഴുതുക. ചതിക്കുഴി ഉണ്ടാക്കി എഴുതേണ്ട കാര്യമൊന്നുമില്ല, ശരിക്കും ഒരുപാട് നടക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് നടക്കുന്നത് ഏതാണെന്ന് അറിയാൻ നിങ്ങൾ പത്രം വായിക്കണില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി എഴുതിക്കൊള്ളുക. എഴുതിക്കിട്ട് ഈ ഉപദേശം വളരെ ആപ്റ്റ് ആണെന്ന് എഴുതുക. ഓക്കെ. അടുത്തത് ആസ്വാദനം തയ്യാറാക്കുക. അത് പുറമേ നിന്നുള്ള കവിതയാണ്, നിങ്ങൾ തനിയെ വായിച്ച് തയ്യാറാക്കിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാട്ടോ. നമുക്ക് 2 എണ്ണത്തിന് ഉത്തരം എഴുതുക. ശരിയായ ഉത്തരം താഴെ ഇത്തിരി മണ്ണിൽ വിനീതയാം പാവത്തെ. ഇവിടെ പാവമായി കവി കാണുന്നത് ആരെയാ? തുമ്പയെ കേട്ടാ. നമുക്ക് ഇവിടെ നിന്ന് പൊക്കളയാം, വല്ല മലബാറിലും പോവാം, കൃഷി ചെയ്ത് ജീവിക്കാം. ഒരു വാഴവെട്ട്. ഈ വാക്യത്തിൽ തെളിയുന്ന ഭാവം ഏതാണ്? പ്രതിഷേധം അല്ലേ? ഈ നാട് കൊള്ളില്ല, ഇവിടെ നിന്ന് പോകണം. അപ്പൊ എതിർപ്പ്, ഈ നാട്ടിലെ രീതികളോടുള്ള എതിർപ്പാണ് കാണുന്നത് കേട്ടോ. അടുത്തത് മാതൃക പോലെ മാറ്റി എഴുതുക. വാഴച്ചുവട്, വാഴയുടെ ചുവട്. അതുപോലെ ജീവിതാവസ്ഥ എന്താ? ജീവിതത്തിന്റെ അവസ്ഥ. ഓക്കെ. അടുത്തത് അർത്ഥവ്യത്യാസമില്ലാതെ ഒറ്റ വാക്യമാക്കി എഴുതുക. കണ്ണനും വാളയംകൊടനും പൂവനും ഏത്തനുമായ വാഴകൾ ആ കുടിലിലെ ജീവിതച്ചൂട് വീശി തണുപ്പിച്ചുകൊണ്ടിരുന്ന മരതക കാറ്റാടികളായിരുന്നു അവ. എങ്ങനെ എഴുതുക? കണ്ണനും പാളയംകൊടനും പൂവനും ഏത്തനുമായിരുന്നു വാഴകൾ. ഏത്തനുമായ എന്നുള്ളതിന് പകരം ഏത്തനുമായിരുന്നു വാഴകൾ എന്ന് എഴുതുക. എന്നിട്ട് കുടിലിലെ ജീവിതച്ചൂട് വീശി തണുപ്പിച്ചുകൊണ്ടിരുന്ന മരതക കാറ്റാടികളായിരുന്നു അവ എന്ന് എഴുതുക. അടിവരയിട്ട പദങ്ങൾ വാക്യങ്ങൾക്ക് നൽകുന്ന അർത്ഥവ്യത്യാസം കണ്ടെത്തുക. വാഴ വെട്ടാൻ വന്നവരാണെന്ന് അറിഞ്ഞപ്പോൾ കർഷകന്റെ ഉള്ളിൽ തീപിടിച്ചു. കടുത്ത വേനലിൽ കാടുകൾക്ക് തീപിടിച്ചു. സെയിം ചോദ്യം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ ചെയ്ത് കഴിഞ്ഞു ഇല്ലേ? ഒന്ന് വികാരത്തെ സൂചിപ്പിക്കുന്നതാണെന്ന്. താഴെ കൊടുത്തിരിക്കുന്ന പഴഞ്ചൊല്ലിന്റെ ആശയം: കുംഭത്തിൽ നട്ടാൽ കുടത്തോളം, മീനത്തിലായാൽ എങ്കണ്ണിനോളം. എന്താ അതിന്റെ അർത്ഥം? കുംഭമാസത്തില് ചേന നട്ടാൽ അതിന് ഒരു കുടത്തിന്റെ വലിപ്പം ഉണ്ടാകും, നല്ല മുഴുത്ത ചേന ഉണ്ടാവും എന്നർത്ഥം. നേരെ മറിച്ച് മീനമാസത്തിൽ നട്ടാലോ ഒരു കുഞ്ഞു കണ്ണിന്റെ ഇത്ര പീക്കിരി ചേന ഉണ്ടാവുള്ളൂ എന്നർത്ഥം. അതായത് ഓരോ വിളകളും നടാൻ ഓരോ മലയാള മാസങ്ങളുണ്ട്. അതാത് പറ്റിയ മാസങ്ങളിൽ നട്ടാലേ വിളവ് നന്നായി കിട്ടുള്ളൂ എന്നർത്ഥം. ഓക്കെ. അടുത്തത് സമാന താളത്തിലുള്ള വരികൾ, അത് നിങ്ങൾ വായിച്ചു നോക്കി കണ്ടെത്തിയാൽ മതി. ദാരിദ്ര്യത്തിന്റെ മാറിലേക്ക് വീഴുന്ന വെട്ടുപോലെ തൂമ്പ അയാളുടെ കയ്യിൽ നിന്ന് മുന്നോട്ട് കുതിച്ചു. കഥാപാത്രത്തിന്റെ ജീവിതാവസ്ഥ വ്യക്തമാക്കാൻ സഹായിക്കുന്നുണ്ടോ എന്നാണ്. സഹായിക്കുന്നുണ്ട് അല്ലെ? പണ്ടത്തെ കർഷകരാണ്, അവരുടെ ജീവിതം വളരെ ദരിദ്രമായ അവസ്ഥയിലായിരുന്നു. എല്ലുമുറിയെ പണിയെടുത്താലും അവർക്ക് ഭക്ഷണമില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു വേണ്ടത്ര അല്ലെ? ഇത് സൂചിപ്പിക്കാനായിട്ട് ഈ വരികൾ സഹായിക്കുന്നുണ്ട്. കാരണം അയാൾ മണ്ണിൽ വെട്ടുകയാണ്. മണ്ണിൽ വെട്ടുമ്പോൾ ദാരിദ്ര്യത്തിന്റെ മാറിൽ വീഴുന്ന വെട്ടുപോലെ എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് അയാളുടെ ജീവിതം അത്രയേറെ ദാരിദ്ര്യത്തിലായിരുന്നു എന്ന സൂചന അവിടെ ഇട്ട്. അടുത്തത് ഇത്തിരി മണ്ണില്ലാതെ എത്ര പേർ, കൂടുപേർ, കൊച്ചുവീടെത്ര, പൂവെങ്ങ് പിന്നെ. പുതിയ കാലത്തിന്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് ഈ വരികളിൽ തെളിയുന്നത്? അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ആൻസറാണ് അല്ലെ? കേരളം പൂക്കളും ചെടികളും ഒന്നും വിടരാൻ സ്ഥലമില്ലാത്ത ഒരു നാടായി മാറിക്കഴിഞ്ഞു. സ്വന്തമായി വീട് പോലുമില്ല, ഫ്ലാറ്റുകളാണ്, കൂടുകൂട് പോലെ ഫ്ലാറ്റുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പാടമെല്ലാം നികത്തി വീട് വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പൂവിന് വിടരാനായിട്ട്, ചെടിക്ക് വളരാനായിട്ട് സ്ഥലമില്ലാതായിരിക്കുന്നു അല്ലെ? ഇത് ഇന്നത്തെ കേരളത്തിന് വളരെ ആപ്റ്റ് ആണെന്ന് പറഞ്ഞു. അടുത്തത് പച്ചരിയല്ലാതെ ഒറ്റ പീടികയിലെങ്കിലും ഉഴുക്കല്ലരി കിട്ടാനില്ല. നാട്ടോടെ നടപ്പുള്ളതല്ലേ, ഇനി ഇതുപോലും കിട്ടുകയില്ലെന്നാ. ഈ പ്രസ്താവന മുൻനിർത്തി വാഴവെട്ട് എന്ന കഥയിൽ പ്രതിഫലിക്കുന്ന സാമൂഹികാവസ്ഥ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലെ? അന്നത്തെ കേരളത്തിലെ കർഷകരുടെ അവസ്ഥയാണ് ഇത് കാണിക്കുന്നത്. എല്ലുമുറിയെ പണിയെടുത്താലും ഭക്ഷണം കഴിക്കാനില്ല, പൈസ കൊടുത്താൽ പോലും ഭക്ഷണം മേടിക്കാൻ പറ്റാത്ത അവസ്ഥ. പച്ചരി മാത്രമേ കിട്ടാനുള്ളൂ അല്ലെ? പുഴുക്കലരി കിട്ടാനേ ഇല്ല ഭക്ഷണം കഴിക്കാൻ. ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ പച്ചരി പോലും കിട്ടില്ലെന്നാ പറയുന്നത്. കിട്ടുന്ന പച്ചരിയിൽ പോലും പുഴുക്കളാണ്. അപ്പോൾ ഭക്ഷണത്തിന് പോലും മാർഗമില്ലാത്ത അന്നത്തെ കർഷകരുടെ സാമൂഹികാവസ്ഥ അതിൽ പ്രതിഫലിക്കുന്നു.
ഓണവും പൂവും മറന്ന മലയാള നാടിങ്ങു ഖിന്ന ഞാൻ നോക്കി നിൽപ്പൂ. ഓണനിലാവിൽ ഒഴുകി വന്നോർ ഓമൽ സ്വപ്നങ്ങൾ എങ്ങുപോയി. തേനൂറും പാട്ടുകൾ നാലുപാടും തേവി നനച്ചവരെങ്ങുപോയി. കാവ്യഭാഗങ്ങളിലെ ആശയം താരതമ്യം ചെയ്യുക. നമുക്ക് ആദ്യത്തെ വരിയുടെ ആശയം നമുക്ക് നന്നായിട്ട് കിട്ടും. അതേ ആശയം തന്നെയാണ് രണ്ടാമത്തേതിൽ നിന്നും നമ്മളങ്ങ് എഴുതി വെക്കുക. നിങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ, നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ആദ്യം നിങ്ങൾ എഴുതുക. ഓണവും പൂവും മറന്ന മലയാള നാട് ഞാൻ നോക്കി നിൽക്കുകയാണെന്ന് പറയുന്നതിന് അർത്ഥം എന്താണ്? കവിതന്റെ ബാല്യകാലമാണ് ആദ്യം ഓർക്കുന്നത് കവയത്രി. ബാല്യകാലത്ത് പൂക്കളാൽ സമൃദ്ധമായിരുന്ന ഒരു കേരളം അല്ലെ, അവിടെ അമ്മയോട് ഒത്തു പൂക്കളം ഇട്ടിരുന്നു. എന്നാൽ ഇന്ന് കവയത്രി എവിടെ താമസിക്കുന്നത്? നഗരത്തിലാണ്. പൂവ് കിട്ടാനില്ല. ആകെ ഒരു ചെറിയ തുമ്പപ്പൂവ് മുറ്റത്തിന്റെ കോണിൽ നിൽക്കുന്നത് മാത്രം ഇങ്ങനെ നോക്കി നിൽക്കുന്നു. കർക്കടക മഴയൊക്കെ ബാൽക്കണി വട്ടത്തിൽ നിന്നാണ് ആസ്വദിക്കുന്നത്. അങ്ങനെ ഓണവും പൂവും ഒക്കെ മറന്നുപോയി മലയാളികള്. പൂവിന് വിടരാൻ സ്ഥലമില്ലാത്ത നഗരം, ഇതിലാണ് കവയത്രി ജീവിക്കുന്നത്. അപ്പൊ പണ്ടത്തെ ഓണത്തിന്റെ പോയ ഐശ്വര്യം കവയത്രി ഇവിടെ നിന്ന് ഓർത്ത് ദുഃഖിക്കുകയാണ്. ഇന്ന് അങ്ങനത്തെ ഓണം നമുക്കില്ലല്ലോ, ഇന്ന് പൂവ് പോലും പൈസ കൊടുത്ത് മേടിക്കണല്ലോ എന്നൊക്കെ ആലോചിക്കുകയാണ്. ഇതേ ആശയം തന്നെയാണ് അടുത്ത വരികളിലുള്ളത്. അതൊന്ന് വായിച്ചു നോക്കിക്കോ. ഓണനിലാവിൽ ഒഴുകി നടന്ന ഓമൽ സ്വപ്നങ്ങൾ, പണ്ട് ഓണക്കാലത്ത് കണ്ടിരുന്ന സ്വപ്നങ്ങളൊക്കെ എവിടെ പോയി? പണ്ടത്തെ ഓണമല്ലല്ലോ ഇന്നത്തെ ഓണം, ഇന്നെല്ലാം മാറിപ്പോയല്ലോ എന്ന് തന്നെയാണ് അതിലും ഖേദിക്കുന്നത്, വീട്ടി കുമാരനും ഖേദിക്കുന്നതെന്ന് എഴുതി വെക്കുക. ഓക്കെ, അടുത്തത്. ചുറ്റിലുമുള്ള സൗന്ദര്യം ആസ്വദിക്കുമ്പോഴും ജീവിത മൂല്യങ്ങളെ കൈവിടാതിരിക്കുക. എണ്ണ നിറച്ച കരണ്ടി എന്ന പാഠഭാഗത്തെ മുൻനിർത്തി വിലയിരുത്തുക. അത് നമ്മൾ പറഞ്ഞതാണ്, എന്നാലും ഒന്നും കൂടി ആ കഥ കൂടി ബന്ധപ്പെടുത്തി പറയാം. സാന്റിയാഗോ എന്ന ഇടയബാലൻ സന്തോഷത്തിന്റെ രഹസ്യം തേടി എത്തുകയാണ് അല്ലെ ജ്ഞാനിയുടെ അടുത്ത്. അപ്പൊ ജ്ഞാനി ആദ്യം പറയുന്നത് എന്താ? വലിയ കൊട്ടാരം കാണിച്ചു കൊടുക്കും, എല്ലാം ചുറ്റി നടന്ന് കാണാൻ പറയും. എല്ലാം ചുറ്റി നടന്ന് കണ്ടിട്ട് വരുമ്പോ എന്താ, കയ്യിലൊരു കരണ്ടി വെണ്ണയും കൊടുത്തിരുന്നു, അതിൽ എണ്ണയില്ല അല്ലെ. അപ്പോൾ ഒന്നും കൂടി പോയിട്ട് വരാൻ പറയും. വീണ്ടും എണ്ണ നിറച്ചു കൊടുത്തിട്ട് വീണ്ടും പോയിട്ട് വന്നപ്പോൾ കാഴ്ചകളെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്താ പറയാ? കരണ്ടിയിലത്തെ എണ്ണ പോകാണ്ടിരിക്കാൻ ഞാൻ അത് ശ്രദ്ധിച്ചു, കാഴ്ചയൊന്നും കണ്ടില്ല എന്ന് പറയും. അപ്പോഴാണ് ഉപദേശം കൊടുക്കുന്നത്, എന്ത്? കാഴ്ച കാണുകയും വേണം, കരണ്ടിയിലത്തെ എണ്ണ പോവും പാടില്ല. അങ്ങനെ ഒരു ബാലൻസിങ് നടന്നാലേ നമുക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുക. ഇതാണ് കഥ അല്ലെ. പിന്നെ അതിന്റെ അർത്ഥമെല്ലാം ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു അല്ലെ. നല്ലോണം സുഖ സൗകര്യങ്ങളുണ്ടോ ഒക്കെ ആസ്വദിക്കാം, പക്ഷെ മൂല്യങ്ങളെ കൈവിടാൻ പാടില്ല. അടുത്തത്, പുസ്തക സഞ്ചിയിൽ കൊച്ചുനെല്ലിക്ക. അതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കണ്ടോ മക്കളെ? പച്ചപ്പുളിയും ഒളിച്ച കാലം കവിയുടെ മനസ്സിലെ മായാത്ത ഓർമ്മയാണ്. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാകും. അനുഭവ വിവരണം നടത്തുക. ഈ ഒരു അനുഭവത്തെ കുറിച്ച് കത്തെഴുതാനാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത്. ഇപ്രാവശ്യം ഇത്തരത്തിലുള്ള ഒരു അനുഭവം നിങ്ങൾ നേരിട്ട് എഴുതാൻ. എന്തായാലും നിങ്ങൾക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി എഴുതുക കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒരു അനുഭവം എഴുതുക മക്കളെ. അടുത്തത് 6 മാർക്കിന്റെ ചോദ്യം വന്നു. അവ വെട്ടുകയെന്ന് വരുന്നതും അയാളുടെ കഴുത്ത് വെട്ടുന്നതും ഒരുപോലെയാണ്. ജീവിതത്തിന്റെ രക്തധമനികളായ ആ ചെടികളുടെ ഓരോ ചുവട്ടിലും ഹൃദയഭാരത്തോടെ അയാൾ നോക്കി നിന്നു. ഇന്നുവരെ അയാൾ വാഴച്ചുവട്ടിൽ ഒഴിച്ചിട്ടുള്ളത് ജലവും വിയർപ്പ് തുള്ളികളും മാത്രമാണ്. തന്നിരിക്കുന്ന സൂചനകളും കഥയിലെ സന്ദർഭങ്ങളും പരിഗണിച്ച് വാഴവെട്ട് എന്ന കഥയിലെ മാർക്കോസ് കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. മാർക്കോസിന്റെ കഥാപാത്ര നിരൂപണം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നടത്തി. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ, ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ ക്വസ്റ്റ്യൻസ് ആണ് ആവർത്തിച്ചു വരുന്നത്. അടുത്തത്, ഓണപ്പുലർച്ചയിൽ കൂരിരുൾ നീക്കിയൻ വീടിനകത്തമ്മ വന്നുദിക്കും. പുതുവർഷം എന്ന കവിതയിലെ ആശയങ്ങൾ ഉൾപ്പെടുത്തി അമ്മ എന്ന നന്മ എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. ഈസിയാണ് അല്ലേ? പ്രഭാഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യം പ്രിയപ്പെട്ടവരെ അല്ലെങ്കിൽ മാന്യരെ എന്നൊക്കെ വിളിച്ചിട്ട് വേണം തുടങ്ങാനായിട്ട്. പിന്നെ ഇന്ററാക്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കണം. അമ്മ അല്ലെ, നമ്മളെല്ലാം ആദ്യം അറിയുന്ന നന്മയാണ് നമ്മുടെ അമ്മ എന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ അവരോട് ആദ്യം ചോദിക്കുക അല്ലേ. അതിനുശേഷം പുതുവർഷം എന്ന കവിതയെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ഞാനിങ്ങനെ ഒരു കവിത വായിച്ചു, അതിൽ ഇന്ന ആശയങ്ങളൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് പുതുവർഷം എന്നുള്ള കവിതയെ പറ്റിയൊക്കെ വിശദമായിട്ട് നിങ്ങൾ എഴുതിയിട്ട്, ഈ കവിത നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ, ഇതിൽ പറയുന്ന ആശയങ്ങളോട് നിങ്ങൾ യോജിക്കുന്നില്ലേ എന്നൊക്കെ അവരോട് ചോദിക്കുക. അതിനുശേഷം അമ്മ നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് നിങ്ങൾ അവരുമായിട്ട് പങ്കുവെക്കുക. അതൊക്കെ നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ അമ്മേനെ പറ്റിയല്ലേ അല്ലേ. പങ്കുവെച്ചതിന് ശേഷം അതെങ്ങനെ ഇൻറ്ററാക്റ്റീവായിട്ട് എപ്പോഴും ചോദ്യം ചോദിക്കുന്ന രീതിയിലാവണം. അങ്ങനെയാണല്ലോ, അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, നിങ്ങൾ എന്നോട് യോജിക്കുന്നില്ലേ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചോളാം കേട്ടോ. അങ്ങനെ പ്രഭാഷണം തയ്യാറാക്കുക. ഓക്കെ,
അടുത്തത് നമ്മൾ പറഞ്ഞതാണ് അല്ലേ, ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു കീറ ആകാശവും ആകാശത്തായിരിക്കുമ്പോൾ ഒരു പിടി മണ്ണും നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളത്. ജീവിത നന്മകൾ സാമൂഹിക പുരോഗതിക്ക് എന്ന വിഷയത്തിൽ ലഘു ഉപന്യാസം തയ്യാറാക്കുക. അതായത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഇതിന്റെ ആശയം. ഇത് ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു കീറ ആകാശവും ആകാശത്തായിരിക്കുമ്പോൾ ഒരു പിടി മണ്ണും മനസ്സിൽ സൂക്ഷിക്കുക എന്നുള്ള ആശയം എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഉണ്ടല്ലോ അല്ലെ. നമ്മൾ ഏതവസ്ഥയിലാണെങ്കിലും നമ്മൾ ഉയരാനുള്ളൊരു സ്വപ്നം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം. അതേസമയം പ്രയാസമുള്ള സമയത്താണെങ്കിലും ഈ പ്രയാസം കടന്നു പോകുന്നുള്ള പ്രത്യാശ മനസ്സിൽ സൂക്ഷിക്കണം എന്ന് ഞാൻ പറഞ്ഞു ഇല്ലേ. അതുപോലെ മറ്റേ ആശയവും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്ത്? കരണ്ടിയിലും എണ്ണയിലും. നമുക്ക് തയ്യാറാക്കേണ്ടത് എന്തിനെ പറ്റിയിട്ടാണ്? ജീവിത നന്മകൾ സാമൂഹിക പുരോഗതിക്ക് എന്നതിനെ കുറിച്ച് ലഘുപന്യാസം. അപ്പോൾ ഹെഡിങ് എഴുതി അടിയിൽ വരയ്ക്കുക. അതിനുശേഷം സാമൂഹിക പുരോഗതിയെക്കുറിച്ച് പറയുക അല്ലെ. നമ്മുടെ സമൂഹം എല്ലാ തരത്തിലും ടെക്നോളജി ആയിട്ടായാലും ധാർമ്മികമായിട്ടായാലും എങ്ങനെയായാലും പുരോഗമിക്കുന്നത് നമുക്കൊക്കെ ഇഷ്ടമാണ് അല്ലെ. പുരോഗതിയുള്ള സമൂഹമാണ് നമ്മുടെയൊക്കെ സ്വപ്നം. പക്ഷേ അതേസമയം നമ്മുടെ ജീവിതത്തിലെ നന്മകൾ, നമ്മുടെ മൂല്യങ്ങൾ എങ്ങനെ സമൂഹ പുരോഗതിക്ക് വേണ്ടി നമുക്ക് പ്രയോജനപ്പെടുത്താം? സമൂഹ പുരോഗതിക്ക് ഒരു തടസ്സമായി നിൽക്കുകയല്ല വേണ്ടത് നമ്മുടെ നന്മകൾ. ആ പുരോഗതിക്ക് ആക്കം കൂട്ടാണ് വേണ്ടത്. അതിന് നമുക്ക് എങ്ങനെ ശ്രമിക്കാം എന്ന് നോക്കാമെന്ന് പറയും ലഘുപന്യാസത്തിൽ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആ കരണ്ടിയുടെ ഉദാഹരണം ഉണ്ടല്ലോ, എണ്ണ പോവാതിരിക്കാനായിട്ട് ജ്ഞാനി കൊടുത്ത ഉപദേശം, ആ സന്ദർഭം എഴുതുക അടുത്ത പാരഗ്രാഫിൽ, രണ്ടാമത്തെ പാരഗ്രാഫിൽ. മൂന്നാമത്തെ പാരഗ്രാഫിൽ മറ്റേ അടുത്ത സെന്റൻസിലെ ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു കീറാകാശം, അതിന്റെ അർത്ഥം വിശദമായിട്ട് ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞു തന്നല്ലോ. അതിന്റെ ആശയവും വിശദമായിട്ട് എഴുതുക. എന്നിട്ട് കൺക്ലൂഷനായിട്ട് എഴുതുക. എന്തെന്ന്? മനസ്സിൽ സൂക്ഷിക്കുന്ന എല്ലാ നന്മകളോടും കൂടി വേണം നമുക്ക് പുരോഗതിക്ക് വേണ്ടി യത്നിക്കാൻ എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. അടുത്തത് ഏതാണ്? കഴിഞ്ഞു അല്ലെ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം കഴിഞ്ഞു. 4 ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തു. ഒരു കാര്യം മാത്രം എപ്പോഴും ചിന്തിക്കുക, റിപ്പീറ്റഡ് ആണ് മക്കളെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്, ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് ഈ 4 ക്വസ്റ്റ്യൻ പേപ്പറും നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടിയിരിക്കും. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കണം, പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ പേപ്പർ, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളായിട്ട് നിങ്ങൾ എഴുതി നോക്കണം, ഉപന്യാസം അടക്കം എഴുതി നോക്കണം. എന്നാലേ സമയം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയുള്ളൂ. ഓക്കെ മക്കളെ, നന്നായിട്ട് പഠിക്കും.